عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن ما شاء الله كان وما لم يشه لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه ينيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا نبي الله. خذ بأيدينا قلت هيلتنا أدركنا أنت وسيلتنا يا سيدنا يا رسول الله. بتحميد وتشكير وتمجيد وتكبير وتوحيد وتقدير بدأنا مدح أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. مشهرة فضائله منورة
نوائله موقرة دلائله ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ولي الله قدوتنا معين الدين أسوتنا وغوث الكل عمدتنا ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ പ്രൗഢമായ സദസ്സിന്റെ അനുഗ്രഹീത സാന്നിധ്യം ഈ നാട്ടിലെ പ്രിയപ്പെട്ട മുദരിസ് ഉസ്താദ്, പ്രിയ സുഹൃത്ത്, നമുക്ക് ഈ പ്രൗഢമായ വേദി ഉദ്ഘാടനം ചെയ്ത് മഹാനായ അജ്മീർ ഖാജ തങ്ങളെ കുറിച്ച് ഹ്രസ്വമായ വാക്കുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പ്രഗൽഭ പ്രഭാഷകൻ കൂടിയായ മന്ദിരായ ഇർഷാദ് സഖാഫി ഉസ്താദ്, നമ്മുടെ വേദി സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പ്രഗൽഭരായ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ജമാഅത്തിന്റെ കരുത്തനായ അധ്യക്ഷൻ, ഇത്തരം സംരംഭങ്ങൾക്ക് എല്ലാമായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ആദം അൽ മദീന, നമ്മുടെ ഈ മഹത്തായ വേദിയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള എസ്എസ്എഫിന്റെ കുപ്പട്ടി യൂണിറ്റ് പ്രസിഡന്റ് വന്യരായ ഇർഷാദ് അൽ മദീന, വന്യരായ പ്രിയ സുഹൃത്തും പ്രഗൽഭ പ്രഭാഷകനുമായ നമ്മുടെ കുപ്പട്ടിയുടെ അഭിമാനമായ അത്താഉള്ള ഇമാമി ഉസ്താദ്, വന്യരായ അബ്ബാസ് സഖാഫി ഉസ്താദ്, എൻ്റെ ബന്ധു കൂടിയായ നമ്മുടെ നാട്ടിലെ ആദരണീയരായ സദർ വന്യരായ ബദപ്പുണിയിലെ മുസ്തഫ സഈദി ഉസ്താദ്, നമ്മുടെ മുഅദ്ദിനായി ഇവിടെ സേവനം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന കൊണ്ടങ്കേരിയിലെ വന്യരായ ഷാഫി അമാനി ഉസ്താദ്, അതുപോലെ വേദിയിലുള്ള പ്രഗൽഭരായ മറ്റു പണ്ഡിത മഹത്തുക്കൾ, പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ സാരഥികൾ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകർ, നല്ലവരായ ഉമ്മപെങ്ങന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പരിശുദ്ധ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ സംഗമിക്കുന്ന സൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഒരുപാട് കാലം അവന്റെ താഴത്തിലായി ജീവിച്ച് മരണം ഹൈറാകുന്ന സമയം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കണ്ട് സ്വർഗം കണ്ട് പരിശുദ്ധ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുറക്കെ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കുന്ന നല്ല രാത്രിയിൽ, പരിശുദ്ധ വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ച പോലുള്ള ദിനങ്ങളിൽ കടങ്ങളൊക്കെ കൊടുത്ത് വീട്ടി ഇടപാടുകൾ ബാധ്യതകളൊക്കെ നിറവേറ്റി പൊരുത്തപ്പെടിയിക്കേണ്ടവരോടൊക്കെ പൊരുത്തപ്പെടിയിച്ച് ഒരു ബാധ്യതയുമില്ലാതെ എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന നല്ലവരിൽ മുത്തഖീങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതിന് ഈ മജ്ലിസ് അള്ളാഹു സബബാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ
കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലം 50 വർഷത്തിലധികമായി സമൂഹത്തിലെ നാടിന്റെ നാഡീമിടിപ്പുകൾ മനസ്സിലാക്കി സമൂഹത്തിന്റെ പൾസ് കണ്ടറിഞ്ഞ് സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, സാമൂഹിക ജീർണതകൾക്കെതിരെ, അനാശാസ പ്രവണതകൾക്കെതിരെ സന്ധിയില്ലാ സമരം വഹിച്ചു ഏറ്റവും വലിയ മാതൃക പ്രസ്ഥാനമായി നമ്മുടെ മക്കളൊക്കെ ശരിയായ ദിശയിലേക്ക് വഴി നടത്തി വന്ന SSF യൂണിറ്റ് കമ്മിറ്റി അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ എത്രയും വിപുലമായ മനോഹരമായ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ് അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ ഇൻഷാ അല്ലാഹ് മൗലിദ് മജ്ലിസുകൾ ഇനി ഇവിടെ സജീവമാവുകയാണ്. ഓരോ വർഷത്തിലും കൊല്ലത്തിലും വിപുലമായി ഇതുപോലെ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും നേതൃത്വത്തിൽ വലിയ മജ്ലിസുകൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. SSF നടത്തുന്ന ഒരുപാട് ചാരിറ്റി സാന്ത്വന പ്രവർത്തനങ്ങൾ, അതിനിടയിൽ വലിയൊരു മാതൃക പരിപാടിയായിട്ടാണ് അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളമായി, മാസങ്ങളോളമായി ഈ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഇതിന്റെ ഫ്ലക്സുകളും ബാനറുകളും നോട്ടീസുകളൊക്കെ പതിപ്പിക്കാൻ പരിസരങ്ങളിൽ ഊടും ഉറക്കവും ഈ അധ്വാനിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. ഇതിനു വേണ്ടി സർവ്വ സംവിധാനങ്ങൾ ഒരുക്കിയവരുണ്ട്. നാളിവിടെ വലിയ ബുറുദ മജ്ലിസ് നടക്കുകയാണ്. കേരളത്തിലെ, കർണാടകയിലെ വലിയ വലിയ പരിപാടികളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിത്വങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മജ്ലിസിന് നേതൃത്വം നൽകുന്നു. വന്യരായ ഈ നാട്ടിന്റെ വലിയ അഭിമാനമായി ഇവിടെ സേവനം ചെയ്യുന്ന വന്യരായ സയ്യിദുനാ സാദാത്ത് തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. ഗുരുവായൂർ ഉറൂസിന് 2 പ്രാവശ്യം വരുമ്പോൾ അന്നവിടെ ഖത്തീബായിരുന്ന തങ്ങൾ ഉസ്താദാണ്. അവരുടെ നാട്ടിൽ ഉളുത്തൂരിൽ 2-3 പ്രാവശ്യം പോകുമ്പോഴും അങ്ങനെ ഏത് സമയത്തും നമ്മളെപ്പോലത്തെ ചെറിയ മുത്തഅല്ലിങ്ങളൊക്കെ വലിയ പരിഗണന നൽകുന്ന വലിയൊരു അസറുള്ള സയ്യിദാണ്. ബൽത്തങ്ങാടി താലൂക്കിലെ നമ്മുടെ ഈ ഒരു കർണാടകയിലെ വലിയൊരു നേതൃത്വമാണ്. അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് മഹാനായ സയ്യിദ് അവർക്ക് നൽകട്ടെ. തങ്ങൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മജ്ലിസിന്റെ എല്ലാമായി നമുക്ക് നേതൃത്വം നൽകാനുണ്ട്. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ സഹകരിച്ചു. നമുക്ക് ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാർ അൽഹംദുലില്ലാഹ് നമ്മൾ അഹമ്മദ് മുന്നരായ അഷ്റഫ് സഖാഫി, ഇഖ്ബാൽ സഖാഫി അവരുടെയൊക്കെ വീട്ടിലാണ് നല്ല ഭക്ഷണം ഉസ്താദുമാർക്ക് ഇന്ന് സജ്ജീകരിച്ചത്. 4 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പിതാവ് ഉപ്പ അഹമ്മദ് ഖാൻ മരണപ്പെട്ടുന്ന ഖബറിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറിലേക്ക് ഇതിന്റെ സന്തോഷം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം ആ വീട്ടുകാർക്ക് നീ നൽകണം റഹ്മാനെ. നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങളൊക്കെ ഒരുക്കി അവരുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളും നീ അല്ലാഹുവേ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ, നാളത്തെ ഭക്ഷണം ഏറ്റെടുത്ത വീട്ടുകാരുണ്ട്, അവർക്ക് നീ വലിയ ഖൈർ നൽകണേ റഹ്മാനെ, വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഈ കുപ്പട്ടിയിലേക്ക് അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു തരുന്നതിൽ വലിയ നിർണായകമായി വിനീതൻ മനസ്സിലാക്കുന്നത് 30ഓളം വരുന്ന മുത്തഅല്ലിങ്ങള് റഹ്മത്തിന്റെ മലായികത്തുകളുടെ സാന്നിധ്യത്തില് ഇവിടെ അൽഹംദുലില്ലാഹ് പഠിച്ച് വളരുന്നു. പ്രഗൽഭനായ കഴിഞ്ഞ 10 വർഷക്കാലം ദർസ് മേഖലയിൽ വലിയ സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് കെമ്മായി പോലത്തെ പല മഹല്ലുകളിലൊക്കെ സേവനം ചെയ്ത് ഒരുപാട് ശിഷ്യഗണങ്ങളെ മുദരിസുമാരെ ഖതീബുമാരൊക്കെ വാർത്തെടുക്കാൻ തൗഫീഖ് കിട്ടിയ യുവ പ്രഭാഷകൻ കൂടിയായ വന്യരായ സഖാഫി ഉസ്താദ് അല്ലാഹുവേ ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഉസ്താദ് പറഞ്ഞു ഈ നാട്ടിലെ ദർസിലെ മുതഅല്ലിമീങ്ങൾക്ക് നല്ല ഭക്ഷണമാണ്, വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്ന നല്ലവരായ നാട്ടുകാരാണ്. 2-3 മുതഅല്ലിങ്ങളെ ഏറ്റെടുത്ത വീട്ടുകാരുണ്ട്. ഇതിന്റെ ജമാഅത്തിന്റെ കരുത്തനായ അധ്യക്ഷൻ വന്യരായ ആദം കടക്കമുള്ള അവര് ഇതിന്റെ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഖജാൻജിയും ഇതിന്റെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളും ദർസ് നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച നാട്ടുകാരൊക്കെ മുന്നിൽ നിന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമുക്ക്
നമുക്ക് അവസരമുണ്ടെങ്കിൽ അവസാനം ഇത്തരം സംവിധാനങ്ങളൊക്കെ സഹകരിച്ച ആളുകൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അവർക്ക് കാര്യങ്ങളൊക്കെ അതിന്റെ മഹത്വമൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ പറയാം. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. ഇവിടെ വന്നപ്പോൾ നേരത്തെ പരിചയമുള്ളൊരു വീട്, നമ്മളെ ഫാറൂഖ് സാരി ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി, നമ്മളെ അലി ഇമമി. അപ്പോൾ ആ വീട്ടിൽ സുലൈമാൻ മദനി, നമ്മുടെ മുഹമ്മദ് ഉസ്താദിന്റെ ജ്യേഷ്ഠൻ, അല്ലാഹുവേ സുലൈമാൻ മദനി ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി എന്നോണം മരണപ്പെട്ടിരുന്ന ഖബറിലാണ്. അല്ലാഹുവേ ആ ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. മക്കളൊക്കെ ആലിമീങ്ങളാക്കാൻ അവസരം കിട്ടിയ വലിയ വ്യക്തിത്വമാണ്. അവരുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണ റഹ്മാനെ. ആ വീട്ടിലുള്ള ഉമ്മ, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ അഷ്റഫ് സഖാഫിയുടെയും ഇഖ്ബാൽ സഖാഫിയുടെയും ഉമ്മ, അവരൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകണ റഹ്മാനെ. ഓർത്തു പോവുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് കാജൂറും റൂസ് നടക്കുന്ന സമയം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുറിപ്പ് വരികയാണ്. കുപ്പട്ടിയിലെ സിദ്ദീഖ് എന്ന് പറയുന്ന SSFന്റെ പ്രവർത്തകൻ മരണപ്പെട്ടു. എൻ്റെ സുഹൃത്തായ അൽത്താഫി ഹിമമിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കുറിപ്പ് തരുന്നത്. അന്ന് ആ മജ്‌ലിസ് ദുആ ചെയ്ത് കാജൂർ ഉറൂസിൽ നിന്ന് നേരെ ഞാൻ അന്ന് വരുന്നത് വീട്ടിലേക്കാണ്. അന്ന് അവൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയ സമയം സുബ്ഹാനല്ലാഹ് വല്ലാത്ത കരഞ്ഞ ഒരു നിമിഷമാണ്. ഇന്ന് ഈ SSFന്റെ പരിപാടി നടക്കുമ്പോ ഓടിച്ചാടി നടന്ന് ഈ പരിപാടിയുടെ വോളണ്ടിയറായി ഇതിന്റെ എല്ലാമായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട സിദ്ദീഖ് ഇന്ന് ഖബറിലാണ്. റബ്ബേ അവന്റെ ആഖിറ നീ വെളിച്ചമാക്കണേ റഹ്മാനെ. ചെറിയ പ്രായത്തിലേ നീ കൊണ്ടുപോയി അല്ലാഹ് സ്വർഗ്ഗത്തിൽ ആ സിദ്ദീഖിന്റെ കൂടെ അല്ലാഹ് ഞങ്ങളൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞങ്ങളൊക്കെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ വലിയ ക്ഷമ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആമുഖം നീട്ടി പരത്തി പറയുന്നില്ല, ചെറിയൊരു സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അജ്മീർ ഖാജാ തങ്ങളെ കുറിച്ച് നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ടതില്ല. അജ്മീർ ഖാജാ തങ്ങളുമായി വലിയ ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നവരാണ്. ഇത്തരം മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ യാ ശൈഖനായ ഖുതുബ ദായിറത്തുൽ വിലായത്തി ഗൗസനാ المدد يا شيخ أجمير محي الدين قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഹനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ജസ്സീൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യയുടെ സുൽത്താനായി മാറിയ മഹാൻ സുൽത്താനുൽ ഹിന്ദ്. ആ പേരറിയാത്ത ആളുകളില്ലല്ലോ. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളായ ബുദ്ധരായ ജൈനരായ മറ്റുള്ള മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും പറയുന്ന നാമമാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ജസ്സീൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു വലിയ ഭാഗ്യം കൊടുത്ത മഹാനാണ്. അല്ലാഹു വലിയ അവസരം കൊടുത്ത മഹാനാണ്. ഇന്നത്തെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മുഅ്മിനീങ്ങളെ, അജ്മീർ ഖാജാ തങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന നമുക്ക് എന്താണ് നേട്ടങ്ങൾ? അല്ലാഹു ഒരുപാട് അവസരങ്ങൾ തരികയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പരാമർശിക്കുമ്പോ, അല്ലാഹുവിന്റെ മഹാന്മാരെ കുറിച്ച് അപദാനങ്ങൾ പറയുമ്പോ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ദിക്റുൽ അംബിയാഹി മിനൽ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറാ.
ജീവിതത്തിൽ നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുമ്പോ, മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോ, മഹാനായ സുൽത്താനുൽ ആരിഫീൻ റിഫായി ശൈഖ് തങ്ങളെ കുറിച്ച് പറയുമ്പോ, ഇന്ത്യയുടെ സുൽത്താനായ ഖാജ തങ്ങളെ കുറിച്ച് പറയുമ്പോ, മടവൂർ സിഎം വലിയുല്ലാഹിയെ കുറിച്ച് പറയുമ്പോ, മഹാനായ താജുൽ ഉലമ, നൂറുൽ ഉലമ, ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാരെ കുറിച്ച് നമ്മൾ മദ്ഹ് പറയുമ്പോ, അവരെ പ്രകീർത്തിക്കുമ്പോ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വന്നുപോയ തെറ്റുകളുണ്ടോ, അറിഞ്ഞു ചെയ്തു പോയ അബദ്ധങ്ങളുണ്ടോ, പോരായ്മകളുണ്ടോ, ന്യൂനതകളുണ്ടോ, തെറ്റുകളുണ്ടോ, സാഹചര്യങ്ങൾ കടിമപ്പെട്ട് ചെയ്തു പോയതാ, പിശാചിന്റെ സമ്മർദ്ദം കൊണ്ട് വന്നുപോയതാ, എല്ലാം അല്ലാഹു നമുക്ക് അറിയാതെ പുറത്തു തരികയാണ്, വായിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, ഖുർആനാണ് അവരെ പരിചയപ്പെടുത്തിയത്. അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പരിശുദ്ധ ഖുർആന പറയുന്നത് അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തവരാ. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പരാമർശിക്കുന്നത്, ഇന്ന് അനുസ്മരിക്കുന്നത് മഹാനായ അജ്മീർ ഖാജാ തങ്ങളെ കുറിച്ചാണ്. ഇറാനിലെ സഞ്ചർ എന്ന ഗ്രാമത്തിൽ ജനിച്ച മഹാൻ ഗിയാസുദ്ദീൻ തങ്ങള് ഉമ്മുൽ വറ മാഹിനൂർ ബീവിയുടെ സ്നേഹസമ്പന്നമായ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു നൽകിയ പൊന്നു മോനാണ്. ഹിജ്റ 537 റജബ് 14 ജനിച്ച പൊന്നുമോൻ മഹാനായ ഖാജ മുഈനുദ്ദീൻ ജിസ്സിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു വലിയ അവസരം കൊടുത്ത മഹാനാണ്. മഹാനായ ഗൗസുൽ ആദമുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ തൗഫീഖ് കിട്ടിയ മഹാനാണ്. അതല്ലേ ജീലാനി തങ്ങളരികിലേക്ക് പോവുകയാണ്. മഹാനവറുകളെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്ന അത്ഭുതങ്ങളുണ്ട്. അവരുടെ പരിശുദ്ധമായ ജീവിതത്തിൽ നടന്ന ഒരുപാട് കറാമത്തുകളുണ്ട്. ഈ ചെറിയൊരു സമയത്തൊന്നും വിശാലമായത് പറയാൻ എനിക്ക് സമയം പോരാ. എന്നാലും ബറക്കത്തിന് വേണ്ടി ചെറിയ രൂപത്തിലൊന്ന് പരാമർശിക്കട്ടെ. മഹാനായ ജീലാനി തങ്ങളരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ശൈഖ് അവർകളെ, ഈ ബഗ്ദാദ് അടക്കമുള്ള സ്ഥലത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഖിദ്മത്തിന് വേണ്ടിയിട്ട് ഒരു സമ്മതം തരുമോ? ഒരു സമ്മതം തരുമോ? ആ സമയത്ത് മഹാനായ ഗൗസുൽ ആദം പറയുന്നു, വേണ്ട വേണ്ട, നിങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ രാഷ്ട്രത്തിന്റെ എല്ലാ നിലക്കുള്ള അധികാരം നൽകാൻ വേണ്ടതിന്റെ ഖിദ്മത്തിന് വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടിയിട്ട് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ഉറക്കെ പറയണം മോമിനിങ്ങളോ. തങ്ങളെ പേര് കേൾക്കുമ്പോ ഉറക്കെ സ്വലാത്ത് പറയണം. ഹബീബായ തങ്ങള് നമ്മുടെ ഈ വേദി കണ്ട് സന്തോഷിക്കുകയാണ്. അവിടുത്തെ ഇഷ്ടപുത്രനായ പേരക്കുട്ടിയോട് അതേ അപദാനങ്ങളാണ് നമ്മൾ ഈ മജ്‌ലിസിൽ പറയുന്നത്. തങ്ങളെ മദ്ഹ് പറയാനുള്ള വേദി വരുന്നുണ്ട്. ഖസീദത്തുൽ ബുർദയും നശീദയും അതുപോലെ മദ്ഹുകളൊക്കെ പാടാനുള്ള അവസരങ്ങളാണ് ഈ നാട്ടിലെ സംഘാടകര് നമുക്ക് ഒരുക്കി തന്നത്. അജ്മീർ ഖാജാ തങ്ങളെ പേര് പറയുമ്പോ ഉറക്കെ തർബിയത്ത് ചൊല്ലണേ. ആ മഹാന്മാരുടെ മദദ് നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടാകട്ടെ. സർവ മഹാന്മാരെ മദദും തർബിയത്തും ഹിമായത്തും കാവലും ഹിഫ്ളും അവരുടെ തിരുനോട്ടവും നമ്മുടെ ജീവിതത്തിലൂടെ നീളം അല്ലാഹുവേ നീ നൽകണേ റബ്ബേ. അജ്മീർ ഖാജാ തങ്ങളെ
നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ് ഈ മജ്‌ലിസിലുള്ള ആളുകള്. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോ രോഗങ്ങളാണോ, മംഗലാപുരത്തുള്ള വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയതാണ്. അവിടെ ഡോക്ടർമാര് പറയുകയാണ് ഈ രോഗം വലിയ രോഗമാണ്, ലക്ഷങ്ങൾ വേണം, ഓപ്പറേഷന് വേണം. അതാ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം എന്ത് പറഞ്ഞാലും ഒരു യഥാർത്ഥ വിശ്വാസി അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളെ വിളിക്കുന്നു, യാസീൻ ഓതുന്നു, അവരെ തവസ്സുലാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അടുത്ത ടെസ്റ്റിൽ ഡോക്ടർ പറയുന്ന വേണ്ട വേണ്ട, ഓപ്പറേഷന്റെ ആവശ്യമില്ല, അങ്ങനെയുള്ളൊരു രോഗത്തിന്റെ അടയാളം പോലും കാണാനില്ല. എത്ര ആളുകൾക്ക് അനുഭവങ്ങൾ പറയാനുണ്ട്. നഷ്ടപ്പെട്ട സാധനങ്ങളാണോ, നഷ്ടപ്പെട്ട വ്യക്തികളാണോ, കിട്ടാത്ത കടങ്ങളാണോ, ജോലിയിലുള്ള ബറക്കത്തിന് വേണ്ടിയാണോ, മകൾക്ക് പുതിയ പിള ശരിയാകാനാണോ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവനാണോ? എത്ര ആളുകൾ പറയുന്നുണ്ട്. അജ്മീർ സുൽത്താനുൽ ഹിന്ദിന്റെ അടുക്കലേക്ക് പോയിട്ട് ഒരു ഖത്തം ഓതി നേർച്ചയാക്കി ഓതി വന്നതാ. നാട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഗർഭിണിയാണ്. അല്ലാഹു നല്ല സ്വാലിയായ മക്കളെ തരുകയാ. എത്ര ആളുകൾ പറയുന്നു മക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലാത്ത മോമിനിങ്ങളുണ്ടോ, മദീനയിലേക്ക് പോവാൻ ആഗ്രഹമില്ലാത്ത മോമിനിങ്ങളുണ്ടോ? അതേ മക്കയും മദീനയും കാണാൻ, ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അതുപോലെ സിയാറത്ത്, മദീന സിയാറത്ത് ആഗ്രഹിച്ച ആളുകൾ ഒന്നാമതായി പോകുന്നത് അജ്മീറിലേക്കാണ്. ചെറിയൊരു ഫണ്ട് ഈടാക്കിയാൽ ഒന്ന് ട്രെയിനിൽ കയറിയാൽ നമുക്ക് അജ്മീറിൽ, ഇന്ത്യയുടെ രാജസ്ഥാനായ ഇന്ത്യയുടെ ഭാഗമായ അജ്മീറിലേക്ക് പോയി വരാം. ചെറിയൊരു ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാം. അവിടെ പോയിട്ട് മനമുരുകിയിട്ട് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയോട് പറയാണ്, എന്നെ ഒന്ന് മദീനയിലേക്ക് എത്തിക്കണേ, ഒന്ന് ഹറമൈനിലേക്ക് എത്തിക്കണേ, ഹജ്ജിനും ഉംറക്കും അവസരമുണ്ടാകണേ. മനമുരുകിയിട്ട് ദുആ ചെയ്തു. നാട്ടിലേക്ക് വന്നു അറിയാതെ വീട്ടിൽ ക്യാഷ് റെഡിയാവുകയാണ്. വിചാരിക്കാതെ വഴിയിൽ ഹജ്ജിനും ഉംറക്കും അവസരമുണ്ടാവുകയാണ്. എത്ര അനുഭവങ്ങളുണ്ട്. ഇനി അജ്മീറിലേക്ക് നമുക്ക് പോവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നിട്ടോ നല്ല വിശ്വാസത്തോടുകൂടെ ആ മഹാന്മാരെ തവസ്സുലാക്കി യാസീനോദി ഫാത്തിയോദി ദുആ ചെയ്യുമ്പോ അല്ലാഹു അത്ഭുതകരമായ ഫലങ്ങൾ തരുന്നുണ്ടല്ലോ. അജ്മീർ പോവാത്ത ഭരണാധികാരികളുണ്ടോ? എത്ര വലിയ സംഘപരിവാറിന്റെ ആളുകളാണെങ്കിലും, ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരി അത് ഏത് പാർട്ടിയുടെ ആളാണെങ്കിലോ, അത് ഏത് രാഷ്ട്ര തലവന്മാരാണെങ്കിലോ അജ്മീർ പോകാത്തവരില്ല. എത്ര വലിയ ആളുകളാണെങ്കിലും അല്ലാഹു അവരെ അജ്മീറിലേക്ക് എത്തിക്കുകയാണ്. ഏത് സമയത്തും അജ്മീറിൽ പോയ ആളുകൾക്കറിയാം, അവിടെ ജനങ്ങൾ വരാത്ത സമയങ്ങളിൽ എപ്പോഴും തിരക്കുള്ള ഗ്രാമങ്ങളാണ്, എപ്പോഴും തിരക്കുള്ള നഗരങ്ങളാണ്. ഏത് സമയത്തും അവിടെ ആളുകൾ കൂട്ടം കൂടുകയാണ്. ഏത് സമയത്തും ആള് പിരിഞ്ഞൊരു രംഗം ഒരു സമയം നമുക്ക് കാണാനില്ലല്ലോ. ഈ അടുത്ത് കൊറോണ വന്നപ്പോ തൽക്കാലത്തേക്ക് ചെറിയ ചില നിയമങ്ങൾ വെച്ചിട്ട് ആളുകൾ ഒരൽപ്പം ഡിസ്റ്റൻസ് ഉണ്ടാക്കി കൂട്ടത്തോട് ആളുകൾക്ക് വരാനുള്ളൊരു അവസരം ഇല്ല എന്ന് അന്ന് ഗവൺമെന്റ് പറഞ്ഞു എന്നതല്ലാതെ മറ്റുള്ള മുഴുവൻ സമയത്ത് അവിടെ നോക്കിയാൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, സർവ്വജാതി മതത്തിൽപ്പെട്ട ആളുകളെ അല്ലാഹു ആ മഹാന്റെ അരികിലേക്ക് എത്തിക്കുകയാ. അത് പാപങ്ങളുടെ അഭയമാണ്, ഗരീബ് നവാസാണ്. ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് അവിടെ പോയാൽ അല്ലാഹു വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. എത്ര ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. ഒരാളും മതം അന്വേഷിക്കാറില്ല. അല്ലാഹു ആ
മഹാന്റെ ദർബാറിന് കൊടുത്തൊരു പവറാണ്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാതെ സലഫികളുണ്ട്, ഇതൊന്നും വിശ്വസിക്കാതെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, ഇതൊന്നും വിശ്വസിക്കാതെ വഹാബികളുണ്ട്, മുജാഹിദുകളുണ്ട്. അവർക്ക് പിന്നെ മദീന പോലും വിശ്വാസമില്ലാത്തവരാണ്. മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയിട്ട് മദീനത്തേക്ക് പോലും പോകാൻ ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യരാണ്. അവരെ കുറിച്ച് ചർച്ച വേണ്ട, സംസാരം വേണ്ട. അല്ലാഹു അത്തരക്കാർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. അവരെ നന്നാക്കാൻ റബ്ബിന് തീരുമാനമില്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനേ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഖാജാ തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരിട്ട് ശുപാർശ ചെയ്യുകയാണ്, നേരിട്ട് പറയുകയാണ്. മദീനയിലേക്ക് എത്തിയ ഖാജാ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ മുഈനദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദ്, അൻത സുൽത്താനുൽ ഹിന്ദ്, അൻത സുൽത്താനുൽ ഹിന്ദ് വവലിയുഹാ ലാക മസ്കനുക വമദ്ഫനുക. ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയാക്കുകയാണ്, ഇന്ത്യ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. പാപ്പ റസൂലുള്ളാഹിന്റെ ഇടപെടലാണ്, നേരിട്ടുള്ള ആശീർവാദമാണ്, തങ്ങളെ പൊരുത്തമാണ്, തങ്ങളെ ആശ്ലേഷമാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് തങ്ങളെ ഇന്ത്യയുടെ അധികാരിയായി തെരഞ്ഞെടുത്തു എന്ന വാർത്ത ലഭിക്കലോടുകൂടെ തീർന്നില്ല. ഇന്ത്യയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും എല്ലാ സമയങ്ങളിലും ഹയാത്ത് കാലത്തും ഇനി മരണത്തിന് ശേഷവും നിങ്ങളെ കിടക്കേണ്ട ഭൂമി അജ്മീറ, രാജസ്ഥാനിലെ അജ്മീരിൽ ലൊക്കേഷൻ അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അജ്മീറിന്റെ അവസ്ഥയാണെങ്കിലോ പറയാൻ അവിടെ നമുക്ക് ഒരു നിലക്കുള്ള മുസ്ലിങ്ങൾ പേരിന് പോലും ഇല്ലാത്തൊരു നാട്, തീരെ മുസ്ലിങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു മേഖല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്ക് കേട്ടിട്ട് മഹാനവറുകളെ പുറപ്പെടുകയാണ്. അതിനിടയിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ബഗ്ദാദ് വഴിയാണ് യാത്ര പോകുന്നത്. ഒരുപാട് മഹാന്മാരുമായി സംവദിക്കുകയാണ്. അങ്ങനെ കണ്ടഹാറിലേക്ക് എത്തുകയാണ്. അത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമാണ്. അങ്ങനെ യാത്ര മധ്യ ഒരു പ്രദേശത്തേക്ക് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഒരുപാട് ആളുകൾ അവിടെ കാണുകയാണ്. അവരുടെ ജോലി എന്താണെന്ന് അറിയുമോ? അവര് തീനെ കൂട്ടിയിട്ട് ഇങ്ങനെ ആരാധിക്കുകയാണ്. അഗ്നി ആരാധകരാണ്. ഖുർആനിലും കിതാബിലും മജൂസികൾ എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തിയ വിഭാഗമാണ്. അവർക്ക് ശക്തിയായ തീ കത്തിച്ച് അതിന് ചുറ്റും നിന്നിട്ട് അവര് തൊഴുതുകയാണ്, പൂജിക്കുകയാണ്, ആരാധിക്കുകയാണ്. തീന് പ്രത്യേകിച്ചൊരു ശക്തിയും ഇല്ല എന്ന് മഹാനവറുകൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവരോട് പറയാണ്, നിങ്ങൾ ഈ തീനെ ആരാധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അള്ളാഹു കൊടുത്ത ശക്തിയെ ഈ തീക്കുള്ളൂ. നിങ്ങൾ ഇതിനെ ആരാധിച്ചത് കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഇവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇത്ര കാലം ആരാധിച്ചിരുന്ന ആരാധ വസ്തുവിനെ എവിടെ നിന്നോ വന്ന ഈ മനുഷ്യൻ എതിർക്കുകയാണ്, സമ്മതിക്കില്ലേ. അവര് മൊത്തം വളഞ്ഞു. എന്നിട്ട് പറയാൻ, നിങ്ങൾ എന്താ പറയുന്നത്? മഹാനവറുകൾ പിന്നെ അവരോട് തർക്കിക്കാനൊന്നും നിന്നില്ല. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? അബദ്ധത്തിന് പോലും അറിയാതെ ചെറിയൊരു കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളെ കൈ ജസ്റ്റ് ഒന്ന് പൊള്ളിപ്പോയാൽ അത് കരിഞ്ഞു പോകില്ലേ? എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഈ ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് തീ. എന്റെ റബ്ബ് കൊടുത്ത ശക്തിയേ ഇതിനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ വിശ്വസിക്കണേ.
നാട്ടുകാര് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ റബ്ബിന്റെ ശക്തിയൊന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമോ? ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ കാണുന്ന തീ കൊട്ടാരത്തിലേക്ക് നിങ്ങളൊന്ന് പോയി വരുമോ? പക്ഷേ അള്ളാന്റെ ഔലിയാക്കന്മാർ അവര് കൈ ഞാനാകും, കാല് ഞാനാകും, കണ്ണ് ഞാനാകും, ആ ഭാഗങ്ങളൊന്നും ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അവര് ലോകത്തൂരും മനുഷ്യനെയും പേടിച്ചില്ല, അള്ളാനെ മാത്രം പേടിച്ച റബ്ബിനെ തവക്കുലാക്കി ജീവിക്കുന്ന അള്ളാന്റെ ഇഷ്ടദാസന്മാരാണല്ലോ അവര്. ഖാജ തങ്ങളെ കറാമത്ത് വെളിവാകുകയാണ്. തീ ആളിക്കത്തുന്നു. പക്ഷെ മഹാനവരുകൾ പറഞ്ഞു, ഒരു ഡിമാൻഡ് ഉണ്ട്. ഈ തീന്റെ മേലെ ഞാൻ നടന്നു പോകൂ, എനിക്ക് ഒരു പോറലും വരൂല എന്ന് ദൃഢമായ വിശ്വാസമുണ്ട്. എന്റെ ഒരു രോമത്തിന് പോലും ഒരു പോറലും വരൂല, കരിഞ്ഞു പോകൂല. ഇനി ഞാൻ തിരിച്ചു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുസ്ലിം ആകുമോ? എന്റെ റബ്ബിൽ വിശ്വസിക്കുമോ? എല്ലാവരും പറഞ്ഞു, ഒറ്റക്കെട്ടായി പറഞ്ഞു, ഐക്യകണ്ഠേന പറഞ്ഞു, ഞങ്ങളെല്ലാം മുസ്ലിങ്ങളാവും. അപ്പൊ മഹാനവരുകൾ പറഞ്ഞു, ഞാൻ ഒറ്റക്ക് പോയിട്ട് വന്നാൽ നിങ്ങൾ പറയും അത് ജാലവിദ്യയാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് മാജിക് ആണ്, അത് കൺകട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെയും കൂടി കൈ പിടിച്ചിട്ടേ ഞാൻ കൊണ്ടുപോവുകയുള്ളൂ. അവർക്ക് വലിയ കൗതുകമായി. ഒരാൾ മുന്നോട്ട് വന്നു, അയാളെയും കയ്യും പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ആളിക്കത്തുന്ന ആ അഗ്നിജാലയിലൂടെ തീയിന്റെ മേലെ നടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീയില് രണ്ടുപേരും നടന്നു പോവുകയാണ്. ഒരു കൂസലുമില്ല, ഒരു പ്രയാസവുമില്ല. തീന്റെ മധ്യത്തിലേക്ക് എത്തിയപ്പോ ആ ചുറ്റും കൂടി നിൽക്കുന്ന സഭയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. സന്തോഷത്തോടു കൂടെ തീയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ കൂടി നിന്ന ആളുകളൊക്കെ ആർത്തിരമ്പുകയാണ്, പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു അത്ഭുതകരമായ ജീവിതമാണ്, എന്തോ ഒരു തവക്കലുള്ള ജീവിതം. ആ മഹാനായ അജ്മീർ ഖാജ തങ്ങൾ അരികിലേക്ക് നമ്മളും ചിലര് പോയിട്ടുണ്ട്. ചിലര് പറയുന്നു പോയിട്ട് ഒരു ഗുണവും ഇല്ല, ഫലവും ഇല്ല. പറയേണ്ടതുപോലെ അവിടെ നമ്മളെ പറയണോ, അവിടെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വാസം നമുക്ക് വേണോ. അത് ഏത് വിഷയത്തിലേക്കും അങ്ങനെയാണ്. സംസം വെള്ളം വലിയ മഹത്വമുള്ള വെള്ളമാണല്ലോ. ആ വെള്ളം എന്റെ ഇന്ന് വിഷയം റെഡിയാകണമെന്ന് കരുതിയിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി സംസം വെള്ളം കുടിച്ചവരുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ആസാറുകൾ മുക്കിയ വെള്ളം കുടിച്ചവരുണ്ടോ? അള്ളാഹു ഉടനടി ഫലം കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് സാധാ തണ്ണി കുടിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ നമ്മൾ സംസം വെള്ളം കുടിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടിക്കോളണമെന്നില്ല. നമ്മുടെ വിശ്വാസം പോലെയാണ്. അജ്മീർ ഖാജ തങ്ങൾ അരികിൽ പോയ ആളുകൾ, നിങ്ങൾക്കറിയുമോ, സുൽത്താൻ ഔറംഗസീബ് വലിയ ഭരണാധികാരിയാണ്, നല്ല സുന്നി വ്യക്തിയാണ്. ചില ആളുകളൊക്കെ ചരിത്രങ്ങളിൽ ഇന്ന് പഠിപ്പിക്കുന്നത് ക്രൂരനാണ്, ശൂരനാണ്. ഇന്ത്യയിലെ അമ്പലങ്ങളെ, ക്ഷേത്രങ്ങളെ പൊളിച്ച ആളാണ്. ടിപ്പു സുൽത്താന്റെ ചരിത്രം മാറ്റിമറിച്ചതുപോലെ ചില ആളുകൾ ഹൈദരാലിയെ, ഷാജഹാനെ, സുൽത്താൻ ഔറംഗസീബിനെയൊക്കെ മോശമായി വക്രീകരിച്ച് ചരിത്രം മോശമായ രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട്. ഇരിക്കട്ടെ, യഥാർത്ഥ ചരിത്രം പഠിച്ച ആളുകൾക്കറിയാം, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രഗൽഭനാണ് മഹാന്മാർ. ടിപ്പു സുൽത്താൻ അടക്കമുള്ള ഔലിയാക്കൾ സുബ്ഹി നിസ്കാരം അടക്കമുള്ള ഒരു നിസ്കാരം പോലും ഖളാക്കാതെ ജീവിച്ച മഹാന്മാരുണ്ട്.
ഇബാദത്തിൽ വലിയ കണിശത പുലർത്തിയവരുണ്ട്, ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സുൽത്താൻ ഔറംഗസീബ് സിയാറത്തിന് വേണ്ടിയിട്ട് അജ്മീർ ഖാജാ തങ്ങളെ ദർബാറിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണുന്നു. അയാൾക്ക് കണ്ണ് കാണാനില്ല. കയ്യിലൊരു പാത്രമുണ്ട്, പ്ലേറ്റ് ഉണ്ട്, പട്ടയുണ്ട്. ഇതിങ്ങനെ പിടിച്ചിട്ട് ജനങ്ങൾ തരുന്ന ചില്ലിക്കാശുകൾ, നാണയങ്ങളൊക്കെ ഇങ്ങനെ സമാരിക്കുകയാണ്, സ്വരൂപിക്കുകയാണ്. ഇത് കണ്ടപ്പോ മഹാനായ സുൽത്താൻ ഔറംഗസീബ് അയാളോട് പോയിട്ട് പേരെന്തെന്ന് ചോദിച്ചു. നാടേടാന്ന് പറഞ്ഞു. എന്നിട്ട് പറയും, എത്ര കാലമായി നീ ഇവിടെ? മറുപടി വന്നു, 18 കൊല്ലമായി ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. എന്റെ ആവശ്യം എന്താ? എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കണ്ണിന് കാഴ്ചയില്ലേ, അതിന് പരിഹരിക്കപ്പെടണമെന്ന നിയത്തിൽ വന്നതാണ്. ജീവിക്കാൻ വകയില്ലാതെ ഇങ്ങനെ ജനങ്ങൾ തരുന്ന പൈസയുമായിട്ട് ഇങ്ങനെ യാചിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണെന്ന് പറഞ്ഞപ്പോ സുൽത്താൻ ഔറംഗസീബ് പറഞ്ഞു, എന്നാൽ ഇതുവരെ നീ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചിട്ടില്ല. ഒരു കാര്യം പറയാം, നീ പണം ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ തരുന്ന തുട്ടുകളിൽ നിന്ന് ചില്ലിക്കാശുകൾ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ നീ ജീവിക്കാൻ. എന്നാൽ ഞാൻ സിയാറത്ത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ നിന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ കയ്യിലുള്ള വാള് കൊണ്ട് നിന്റെ തല ഞാൻ മുറിച്ചെടുക്കും. സുബ്ഹാനല്ലാഹ്. വർത്താനം അതൊരു വർത്താനാണ്. പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യുന്ന നീതിമാനായ ഭരണാധികാരിയാണ്. ഇയാളിങ്ങനെ വറക്കാൻ തുടങ്ങി. കയ്യിലുള്ള വാളവിടെ കുത്തിവെച്ചിട്ട് നേരെ പോകുന്നു മഹാനവറുകളുടെ സിയാറത്തിന്. അതേസമയം കണ്ണ് കാണാതെ 18 കൊല്ലമായി അവിടെ പരിസരത്ത് ഇങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യന് നേരെ പോകുന്നു. എന്നിട്ട് ഖാജാ തങ്ങളെ ദർബാറിൽ മനമൊരുകിയിട്ട്, കണ്ടമെടറിയിട്ട്, കൽബ് പതറിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹ് എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു തരണേ റബ്ബേ, ഇല്ലെങ്കിൽ എന്റെ തല തന്നെ പോകുന്ന വിഷയമാണ്. എന്തായാലും ഇതൊന്ന് റെഡിയാക്കി തരണമെന്ന് മനമുരുകിയിട്ട് ഇഖ്ലാസോടെ ചോദിക്കേണ്ടതുപോലെ ഔലിയാക്കളോട് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുകയാണ്. മഹാനവറുകൾ തിരിച്ചു വരുമ്പോ അയാൾ സന്തോഷനാണ്, സുസ്മരവദനായി. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചോദിക്കേണ്ടതുപോലെ ഔലിയാക്കളോട് മനം ഒരുകിയിട്ട് ആത്മാർത്ഥതയോട് ചോദിച്ചാൽ അല്ലാഹു ഉടനടി നമുക്ക് പരിഹാരം തരുമേ. മുഅ്മിനീങ്ങളെ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളെ പൃഥ്വിരാജ് ചൗഹാൻ എന്ന ഭരണാധികാരിയാണല്ലോ കണ്ടുമുട്ടുന്നത്. അജ്മീറും പരിസരവും ഭരിച്ചിരുന്ന ഭരണാധികാരി നിഷ്ഠൂരനാണ്, നികൃഷ്ടനാണ്. പാവങ്ങളെയൊക്കെ ഇല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊല്ലുന്ന വ്യക്തിയാണ്. ഈ മനുഷ്യന് പല രൂപത്തിലും മഹാനവറുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. നേരത്തെ ഇദ്ദേഹത്തിന്റെ ഉമ്മ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, ഖാജാ തങ്ങള് അജ്മീർ, അതേ മഹാനായ ഖാജാ തങ്ങള് വരുന്ന വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് ചൗഹാൻ അവന്റെ മാതാവ് ഏകദേശം 12 കൊല്ലം മുമ്പ് നല്ല കഴിവുള്ള ഒരുപാട് പ്രവചനം നടത്തിയിട്ട്, അതുപോലെ ആ വിഷയത്തിലേക്ക്, മാരണ വിഷയത്തിലേക്ക് വലിയ കഴിവുള്ള അവന്റെ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറേബ്യയിൽ നിന്നിട്ട് ഒരു ഫഖീർ ഇവിടേക്ക് വരുന്നുണ്ട്. അയാൾ നല്ല ദൈവകൃപയുള്ള ആളാണ്. അദ്ദേഹം ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൂ, ഒരുപാട് അത്ഭുതങ്ങളെ കാണിക്കൂ, ഒരുപാട് ആളുകള് ആ ഫഖീറിനെ കൊണ്ട് വിശ്വസിക്കൂ. നീയും വിശ്വസിക്കണേ മോനെ. ആ കാലത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കൂ. ആ ഫഖീറിനെ തിരിച്ചറിയാനുള്ള ധാരാളം അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉമ്മ പറഞ്ഞ നല്ലതിനാണ്, പക്ഷേ മോന്റെ അഹങ്കാരം സമ്മതിക്കുമോ? അന്നു മുതൽ പൃഥ്വിരാജ് തീരുമാനിച്ചത് അയാൾ ഇങ്ങോട്ട് വരട്ടെ, വിടാൻ പാടില്ല.
അയാളോട് മനസ്സിൽ ഹാജാ തങ്ങളോട് വെറുപ്പ് തുടങ്ങി. ആ ഫഖീർ വരുന്നത് തടയണം. അതിനുള്ള വഴികളൊക്കെ ഇങ്ങനെ ആരായാൻ തുടങ്ങി. അതിർത്തിയിലേക്ക് വലിയ വലിയ സേനകളൊക്കെ നിർത്തി. അവരോടൊക്കെ പട്ടാളക്കാരൊക്കെ നിർത്തിയിട്ട് അറേബ്യയിൽ നിന്നിട്ട് ഇന്ന് അടയാളമുള്ളൊരു ഫഖീർ വന്നാൽ അയാൾ ഇങ്ങോട്ട് കടത്താൻ പാടില്ല. ആയിരക്കണക്കായ വർഷങ്ങളായി തൗഹീദിന്റെ വെളിച്ചമെത്താത്ത നാട്, പിശാചുകൾ അടക്കി ഭരിച്ചിരുന്ന സ്ഥലം, ആ നാട് ഔലിയാക്കളുടെയും സൂഫിയാക്കളുടെയും നാടായി മാറാൻ പോവുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാതെ പൃഥ്വിരാജ് ഇങ്ങനെ നിലകൊണ്ടു. ഹാജ ആദ്യമായി തങ്ങൾ എത്തുന്ന ഡൽഹിയിലാണ്. അവിടെ ജനസേവനത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി. വിഷമിക്കുന്ന ആളുകൾക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്തു. രോഗികളെ പരിചരിച്ചു. ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. പണ്ടില്ലാത്ത ആളുകൾക്ക് ക്യാഷ് കൊടുത്തു. വേണ്ടതൊക്കെ ചെയ്തു. എല്ലാവരെയും ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഹിന്ദിയുടെ ഹൃദയഭാഗത്തുള്ള ജമീറിലേക്ക് കടന്നു വരുന്നത്. അവിടെ പൃഥ്വിരാജിന്റെ വലിയ തല ഉയർത്തി നിൽക്കുന്ന കൊട്ടാരമുണ്ട്. അല്ലാഹു എന്ന് പറയാൻ ആ ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാത്ത സമയം ഹാജാ തങ്ങൾക്ക് അവിടെ ഒരു മരം കണ്ടു. ആ മരത്തിന്റെ അടുക്കൽ വന്ന ഹാജാ തങ്ങളെ ക്ഷീണത്തിലുള്ള തങ്ങൾ അവിടെ വിശ്രമിക്കുകയാണ്. രാജാവിന്റെ ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്താണ് ഹാജാ തങ്ങൾ കിടന്നത്. വൈകുന്നേരമായപ്പോ ഒട്ടകം നോക്കുന്ന മേയ്ക്കുന്ന ആള് വരികയാണ്. എന്നിട്ട് പറയാണ്, ഇത് നിങ്ങൾക്ക് കിടക്കേണ്ട സ്ഥലമല്ല, ഇത് ഒട്ടകത്തിന് കിടക്കേണ്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് നിങ്ങളൊന്ന് മാറിപ്പോവണം. ഹാജാ തങ്ങൾ ഓരോട് പിന്നെ തർക്കിക്കാനൊന്നും നിന്നില്ല, ഗളാട്ടയാക്കാൻ നിന്നില്ല, കലാപത്തിന് അവിടെ നിന്ന് കൊടുത്തില്ല. മഹാനവറുകൾ എന്ത് ചെയ്തു? എന്നാൽ ഒട്ടകങ്ങൾ അവിടെ കിടക്കട്ടെ, ഞാൻ പോകാം. ഒട്ടകങ്ങൾ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പോയി. ഒട്ടകം എന്ന് പറഞ്ഞാൽ അറിയില്ല നാട്ടിൽ, ഒട്ട എന്താ പറയുന്നത്, ക്യാമൽ അല്ല, ഇത് പറഞ്ഞപ്പോ അവരൊരു വിഷയാക്കിയില്ല, അവര് പോയി. അങ്ങനെ ഒട്ടകങ്ങളൊക്കെ കിടന്നു. അടുത്ത പ്രഭാതമായി രാവിലെയാകുമ്പോ ഈ ഒട്ടകത്തെ മേയ്ക്കുന്ന ആള് വന്നിട്ട് ഒട്ടകത്തെ വിളിക്കുന്നു എഴുന്നേൽക്കാൻ വേണ്ടി. അത്ര ശ്രമിച്ചിട്ടും ഒരു ഒട്ടകം എണീക്കുന്നില്ല, അവിടെ ഒട്ടിപ്പോയതുപോലെ. സുബ്ഹാനല്ലാഹ്, വിവരം അറിഞ്ഞു, നേരെ പോകുന്നു. ഇത് ഹാജാ തങ്ങൾ ഇന്നലെ വർത്താനുണ്ട്, ഒട്ടകങ്ങൾ അവിടെ കിടക്കട്ടെ, ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞിട്ട് ബേജാറോടെ മനമുരുകിയിട്ട് പോയതാ. ആ അസറുള്ള നാവ് കൊണ്ട് പറഞ്ഞത് ഫലിച്ചു പോയതാ. അതേ, നേരെ പോകുന്നു. അനാസാറിന്റെ സമീപത്തേക്ക് നീങ്ങുകയാ. അവിടെ കിടക്കുന്ന മഹാനവറുകളെ കണ്ടിട്ട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല, ആളെ മനസ്സിലായിരുന്നില്ല, മാപ്പ് തരണേ. ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല, നിങ്ങളൊന്ന് ദുആ ചെയ്യണോ? ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒട്ടകങ്ങൾ എഴുന്നേൽക്കട്ടെ. ഇത് പറയുന്നു. അവിടെ നോക്കുമ്പോ ഒട്ടകങ്ങളെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. തീർന്നില്ല, ഏതൊക്കെ തരത്തില് പ്രയാസപ്പെടുത്തി. മുസ്ലിങ്ങൾക്ക് വുളു ചെയ്യാൻ വെള്ളം വേണം. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കഥകളാണ്, ചരിത്രങ്ങളാണ്. അതുകൊണ്ട് വിശാലമായത് വിശദീകരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ബർക്കത്തിന് വേണ്ടിയിട്ട് ചെറിയ രൂപത്തിലൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ. കുറെ കാര്യങ്ങൾ വന്യരായ ഇർഷാദ് സഖാഫി ഉസ്താദ് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതേ, മഹാനവറുകള് അവിടുത്തെ ഒരു ശിഷ്യന്റെ കയ്യിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് പാത്രം കൊടുക്കുകയാണ്. ഈ ചെറിയ പാത്രത്തിൽ പട്ടയില് ഈ തരുന്ന ഈ ചെറിയൊരു കുടത്തില് അനാസാഗർ നമ്മളൊക്കെ കണ്ടതാണ്. വിശാലമായ സമുദ്രമാണ്, വലിയ തടാകമാണ് അനാസാഗർ. അവിടെ നിന്ന് ചെറിയൊരു കുടത്തില് പ്ലേറ്റില് വെള്ളം എടുക്കണമെന്ന് പറഞ്ഞു വിട്ടതാണ്. അവര് നേരെ പോകുന്നു. അവിടെ പോയിട്ട് ചെറിയ പാത്രത്തിന് വെള്ളമെടുത്തു. സുബ്ഹാനല്ലാഹ്, ആ ചെറിയ പ്ലേറ്റില് പാത്രത്തില് വെള്ളം എടുക്കലോടുകൂടെ ഒരൊറ്റ സമയത്ത് ആ സാഗറിലുള്ള വെള്ളം മുഴുവനും, സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും വറ്റി വരണ്ടു.
അവിടെ മാത്രാണോ? പരിസരത്തുള്ള ഒരു കിണറിലും കിണറ്റിലും വെള്ളമില്ല. ഒരു കുളത്തിലോ പുഴയിലോ നദിയിലോ വെള്ളം കാണാനില്ല. ജനങ്ങൾക്ക് വലിയ പ്രയാസം വന്നു. അവസാനം കുടിക്കാൻ പോലും വെള്ളമില്ലാതെ വന്നു. അവർക്ക് തോന്നി ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങളെ ആള് വിചാരിച്ച ആള് മാറിപ്പോയി. ഇയാള് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി വന്ന ആളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ്. അയാളെ ചൊടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. മഹാനവറുകളോട് പോയിട്ട് മാപ്പ് പറഞ്ഞു. അപ്പൊ നേരത്തെ കരുതി വെച്ച ആ പാത്രത്തിലുള്ള വെള്ളം അനാസാഗറിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ഒരിക്കലോടുകൂടെ മാഷാ അല്ലാഹ് അനാസാഗർ നിറഞ്ഞു കവിഞ്ഞു. ഇന്നും ആ വെള്ളം പറ്റാതെ വരളാതെ അവിടെ നിൽക്കുന്നു. എന്ത് ചെയ്തിട്ടും ഹാജാ തങ്ങളോട് ഇങ്ങനെ ദേഷ്യം കൂടി വരികയാണ്, ചൊടി കൂടി വരികയാണ്. എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് മനസ്സിലാക്കുകയാണ്. രാജാവും കൂട്ടരും മന്ത്രിമാരൊക്കെ ഒരുമിച്ച് കൂടി കൊട്ടാരത്തിലെ സദസ്സ്. വലിയ ചർച്ചയാണ്. എന്ത് വില കൊടുത്തും ഈ മാരണക്കാരനെ പുറത്താക്കണോ? ഇയാളിങ്ങനെ വിട്ടാൻ മതിയില്ല. മാട്ടം ചെയ്തിട്ട് ഓറധാരണ എങ്ങനെയാണ്? ഇവിടെ എന്തെല്ലാം സീറലാക്കിയിട്ട് മാട്ടാക്കിയിട്ട് ആകെ ഉൽമാലാക്കി നമുക്ക് വെള്ളം കിട്ടുന്നില്ല. ഓറം കൊണ്ട് എല്ലാ മുസീബത്ത് ഓരെ എങ്ങനെ കൂടുന്ന ഇല്ലാതാക്കണം, പായിക്കണോ? ഒരു തീരുമാനിച്ചു. ഓറെ വലിയ മാട്ടം ചെയ്യുന്ന മാരണ വിദ്യക്കാരെല്ലാം ഉണ്ട്. അവനെല്ലാം കൊണ്ടുവന്ന് അവനാദ്യം വിളിച്ചതാരാണ്? ഷാദിദേവ്. ഷാദിദേവില്ലെങ്കിൽ ആ നാട്ടിലെ വലിയ അറിയപ്പെട്ടയാളാണ്. നക്ഷത്ര ശാസ്ത്രത്തില് ആഭിചാര വിദ്യയിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള ആളാണ് ഷാദിദേവ്. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. നാട്ടിലുള്ള ഏകദേശം ആളുകളും അയാൾ ആദരിക്കാൻ. ഷാദിദേവി ബെരുമ്പൻ എല്ലാവരും എണിച്ചിട്ട് നിൽക്കുന്ന എന്താ? നാട്ടിലെ വലിയ മാജിക്കിന്റെ ആളാണ്, വലിയ മാരണം ചെയ്യുന്ന ആളാണ്. ഓന് മാത്രമല്ല, ഓനും ഓന്റെ സംഘവും ടീമുകളൊക്കെ എത്തി. ഹാജാ തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. നേരത്തെ പറഞ്ഞു ആ വന്ന മനുഷ്യനുണ്ടല്ലോ അജ്മീർ ഹാജാ തങ്ങളെ കുറിച്ചിട്ടാ പറയുന്നത്. ആ ഫക്കീറിനെ നീ ഒന്ന് ഇല്ലാതാക്കി, നിനക്ക് വേണ്ട എല്ലാ സമ്മാനം തരാം, പൈസ തരാം, അധികാരം തരാം, എല്ലാം തരാം. ഓനൊന്നും ഇല്ലാതാക്കണോ? ഇതാരാണ്? അള്ളാന്റെ ഔലിയാക്കളാണോ കളി? ഷാദിദേവ് ഹാജാന മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അല്ലാഹു ഹാജാ തങ്ങൾക്ക് മുഖത്തേക്ക് കൊടുത്തൊരു ഈമാൻ. ഹാജാ തങ്ങൾ ഒന്നും ചെയ്തില്ല. തിരിച്ചിട്ടൊരു നോക്കം, കാരുണ്യത്തിന്റെ ഒരു നോട്ടോ. ആ ഒരൊറ്റ നോട്ടം മതി. അയാളെ ഖൽബില് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം വന്നു. മനസ്സ് ഇളകി മറിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ ശൈത്താന്മാരും പിശാചുകളൊക്കെ ഓടിപ്പോയി. ഷാദിദേവ് ഹാജാ തങ്ങളെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, മാപ്പ് തരണേ, വിവരമില്ലാത്ത ഞാൻ അവന്റെ രാജാവിന്റെ വാക്ക് കേട്ടിട്ട് വന്നതാണ്. എനിക്കിപ്പോഴാണ് ആളെ മനസ്സിലായത്. ഹാജാ തങ്ങളെ വെള്ളം കൊണ്ടുവരാൻ, തണ്ണി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നു. ഷാദിദേവ് വെള്ളം കുടിച്ചു. എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളെ കൂടെ ഹാദിമായി എന്നെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകളുടെ സൗഭാഗ്യത്തിന്റെ സഹായത്തിന്റെ പ്രകാശം ഷാദിദേവില് പ്രത്യക്ഷപ്പെട്ടു. അയാള് മുസ്ലിമായി. അയാൾക്ക് മഹാനവറുകൾ സഅദി എന്ന പേര് ആദ്യമായി പേരിട്ടു. രാജാവിന് തോന്നി നമ്മള് അയാളെ നശിപ്പിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേക്ക്, നാളെ പോയിട്ട് ഓറ് മുസ്ലിമാണ്, ഇവിടം കയല. പിന്നൊരാളയച്ചു. അങ്ങനെയാണ് ഉഗ്രം മാരണക്കാരനായ, നാട്ടിലെ വലിയ മാരണക്കാരനായ ജയപാൽ അയാളെ കൊണ്ടുവരണം നിർദ്ദേശിച്ചു. രാജാവ് ജയപാലിനെ കൊട്ടാരത്തിലെത്തിയപ്പോ ഓനിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. നീ ഓനെ, ആ ഫക്കീറിനെ നീ നശിപ്പിച്ചാൽ ജയപാലിനോട് പറയുന്നു, നിനക്ക് വേണ്ട എല്ലാം ഞാൻ ചെയ്തു തരൂ. ജയപാല് പറഞ്ഞു, എന്റെ മുമ്പില് വിജയിച്ച ഒരാളും ഇവിടെയില്ല, അയാളെ കാര്യം ഞാൻ നോക്കാം. നേരെ പോയി. ജയപാലും അയാളെ കൂടെയുള്ള സംഘങ്ങളും വീമ്പിളക്കി ജയപാലും വമ്പിച്ച അനുയായികളുമായി പോയി. കയറുകളുണ്ട്, പള്ളിയുണ്ട്, വടികളുണ്ട്, അവയൊക്കെ നിലത്തിടുകയാണ്. കയ്യിലുള്ള വടീനെയും, ബള്ളി, നമ്മുടെ നാട്ടിലെ ബള്ളി എന്ന് പറയും, അതിനെല്ലാം താഴെ ഇടുമ്പോ
പാമ്പാവുകയാണ്, വലിയ സർപ്പങ്ങളാവുകയാണ്, ഉഗ്രവിഷമുള്ള പാമ്പുകളായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ ഒരു വൃത്തം വരച്ചു, ഒരു ബര വരച്ച് റൗണ്ടിൽ, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നു. എല്ലാവരും അതിന്റെ അടുത്തേക്ക് എത്താൻ തന്നാലെ ചത്തിട്ട് പോകുന്നു. സുബ്ഹാനല്ലാഹ്. മൂസാ നബിയുടെ കഥ നമുക്കൊക്കെ ഓർമ്മ വരികയാണ്. ഫിർഔന് അവിടുത്തെ അന്നത്തെ കാലത്തുള്ള മാരണക്കാരനെ കൊണ്ടുവന്നിട്ട് മൂസാ നബീനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മൂസാ നബീന്റെ കയ്യിലുള്ള വടി താഴെ ഇടുമ്പോഴേക്കും അത് വലിയ പാമ്പായിട്ട് ചെറിയ പാമ്പിനൊക്കെ തിന്ന വിഷയങ്ങളൊക്കെ നമുക്ക് അന്ന് ഓർമ്മയുണ്ട്. അതേപോലെ സുബ്ഹാനല്ലാഹ് ഖാജാ തങ്ങളൊരു വൃത്തം വരച്ചു. അതിന്റെ പരിസരത്തേക്ക് എത്തുന്ന സമയത്ത് എല്ലാ പാമ്പുകളും ചത്തു വീഴുന്നു. പിന്നെ നോക്കുമ്പോ വേറെ വലിയ തീന്റെ കട്ട ഇങ്ങനെ വരാൻ തുടങ്ങി, അഗ്നി ഇങ്ങനെ വരാൻ തുടങ്ങി. ഖാജാന്റെ അടുത്തേക്ക് എത്തുമ്പോ എല്ലാം കെട്ടുപോകുന്നു. വലിയ തീന്റെ കട്ട എടുത്തോളം വരുന്നു. ഖാജാ തങ്ങളത്തേക്ക് എത്തുമ്പോ അത് ഇല്ലേ പോയി. സുബ്ഹാനല്ലാഹ്. ആരോടാണ് കളി? പിന്നെ ജയപാല് പറഞ്ഞു, എന്നാൽ പുതിയ ഒരു ഐറ്റം ഉണ്ട്, ഇത് ആരുടെ മുമ്പിലും ഞാൻ ഇതുവരെ അങ്ങനൊന്നും പയറ്റിയിട്ടില്ല, നിങ്ങൾ അവസാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അലറിയിട്ട് പറഞ്ഞു, ഇതോടുകൂടെ നിന്റെ എല്ലാം തീരും, വേണമെങ്കിൽ സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ വിടൂല, ഞാനൊരു കർമ്മം കൂടി ചെയ്യാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, നിന്റെ എന്ത് കർമ്മം ഉണ്ടെങ്കിലും നീ ചെയ്തോ, അതെല്ലാം പെട്ടെന്ന് ചെയ്തോ, എനിക്ക് ഒരു പ്രയാസവും ഇല്ല. ഇതും കൂടി പറയുമ്പോ ജയപാലിന് ഭയങ്കര ദേഷ്യം വന്നു. ഏറ്റവും അപകടകരമായ മാരണവിദ്യ നടക്കാൻ പോവുകയാണ്. ജനങ്ങൾക്ക് ഇങ്ങനെ ശ്വാസം അടക്കി പിടിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ജയപാലൊരു മൃഗത്തിന്റെ തോലെടുത്ത് വായുവിൽ വിരിച്ച് എന്നിട്ടതിലേക്ക് ചാടിക്കയറി അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പറന്ന് 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 ചാടിക്കയറി പോവുകയാണ്. അതിങ്ങനെ ഉയർന്നു പോവുകയാണ്. പിന്നെ നോക്കുമ്പോ ഈ സാധനത്തിനെ കാണാനേ ഇല്ല. എവിടെയോ മൺമറഞ്ഞു. ഖാജാ തങ്ങൾ തന്റെ മെതിയടി, ആ മെതിയടികളോട് ഇങ്ങനെ കൽപ്പിച്ചു, പോകൂ, ജയപാലിനെ കണ്ടുപിടിക്കൂ, അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരൂ. കൽപ്പന കിട്ടേണ്ട താമസം നേരെ പോവുകയാണ്. ജയപാലന്റെ സമീപിച്ചു. അവന്റെ തലക്ക് പോയിട്ട് മെതിയടി അടിക്കുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല. അടിയേറ്റ് വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. ഭൂമിയിലേക്ക് അവൻ ഇങ്ങനെ വീണു. അങ്ങനെ തന്നെ വീണു. വേദന കൊണ്ട് പൊളയുന്ന ജയപാൽ നിരാശനാണ്, ക്ഷീണിതനാണ്. കുടിക്കാൻ വെള്ളം വേണോ? വലിയ അഹങ്കാരത്തോടെ ഗർവോടുകൂടെ മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ക്ഷീണിച്ച അവശനായി വീണിട്ടുണ്ട്. മഹാനായ ഖാജാ തങ്ങൾ ഒരു പാത്രത്തിന് വെള്ളം കൊടുത്തയച്ചു. ജയപാൽ ഇങ്ങനെ വാങ്ങി കുടിച്ചു. എന്നിട്ട് അയാളെ കൽബിലേക്ക് നല്ലൊരു മാറ്റം വരാൻ തുടങ്ങി. അയാൾ ക്ഷീണിച്ച് അവശനായി അസ്വസ്ഥനായി നിൽക്കുകയാണ്. ധൈര്യമൊക്കെ ശക്തിയൊക്കെ ചോർന്നു പോയിരിക്കുകയാ. ഖാജാ തങ്ങൾ അരികിലേക്ക് വന്നു. എന്നിട്ട് കാലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, എനിക്ക് മാപ്പ് തരണേ, ഞാൻ നിങ്ങളെ ഖാദിമായി കൂടെ നിൽക്കാൻ റെഡിയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഖാജാ തങ്ങൾ ആ ജയപാലിനെ സ്വീകരിച്ചു. ശിരസില് തലയിൽ കൈവച്ചു. എന്നിട്ട് വിളിച്ചു, അബ്ദുല്ലാഹ്, മുസ്ലിം പേര് കൊണ്ട് വിളിച്ചു. അബ്ദുല്ലാഹ് ജയപാലാണ്. ഷാദിദേവ് എന്ന് പറയുന്ന പഴയ മനുഷ്യൻ ഇന്ന് സഅദിയാണ്. ജയപാൽ എന്ന് പറയുന്ന ഉഗ്രമാരണക്കാരൻ, പൃഥ്വിരാജ് ചൗഹാന്റെ വലം കൈയായിരുന്ന ഈ മാരണവിദ്യക്കാരൻ അബ്ദുള്ളയായി മാറുകയാണ്. അയാളെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീർ വീണു. അതാണ് ചരിത്രങ്ങളിൽ പറയുന്ന അബ്ദുള്ള ബയാബാനി എന്ന് പറയുന്ന മനുഷ്യന്. ഇത് കഴിഞ്ഞിട്ടും രാജാവിന് അരിശം തീർന്നില്ല. രാജാവ് ബാക്കിയുള്ള ആളുകളൊക്കെ കൂടെ കൂട്ടിയിട്ട് ചർച്ച നടത്തുകയാണ്. ഈ മനുഷ്യന് എന്നായാലും നമുക്ക് കൊന്നേ തീരൂ. ഖാജാനും കൂട്ടരി മറ്റൊരു രീതി എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കണം.
അങ്ങോട്ട് അയച്ച ആളുകളൊക്കെ മുസ്ലിമാവുകയാണ്. ഒന്നാമത്തെ ആളാണ് സംസുവാറിൽ വെച്ച് ഖാജാ തങ്ങളെ മുരീദായി മാറിയ മുഹമ്മദ് യാദ്കാർ, രണ്ടാമത് സഅദ്, മൂന്നാമതാണ് നേരത്തെ പറഞ്ഞ അബ്ദുള്ള ബയാബാനി. അവർക്ക് തോന്നി ഇനി ഏതായാലും ഇവരൊക്കെ മതപഠനം അനിവാര്യമാണ്, അവർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ പഠിച്ചു കൊടുക്കണം, അവർക്ക് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കണം, ഇതൊക്കെ രോഗികളെ പരിചരിക്കണം, നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വരികയാണ്. കൂട്ടത്തോട് ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഏത് രോഗമുള്ള ആളുകൾ മഹാനവറുകൾ അരികിലേക്ക് വരുന്നു. നല്ല നിലക്ക് ഖുർആൻ ഓതി മന്ത്രിക്കലോടുകൂടെ തടവലോടുകൂടെ രോഗം മാറുകയാണ്. എല്ലാവരുടെ പ്രയാസങ്ങൾ, വീടില്ലാത്തവർക്ക് വീട്, എല്ലാ നിലക്കുള്ള ഇസ്സത്ത്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കാണ്, ബാൽത്തി സർവത്ത് കലക്കിയിട്ട് കൊണ്ടുവന്നല്ല. നമുക്കറിയാം നമ്മളെ പരിപാടിക്ക് ഒരുപാട് ചെലവ്. അൽഹംദുലില്ലാഹ്, ഒരു സംഘടന നടത്തുന്ന യൂണിറ്റ് കമ്മിറ്റി നടത്തുന്ന പരിപാടി ഞങ്ങളുടെ നാട്ടിലൊക്കെ ജില്ലാ കമ്മിറ്റിയും ഡിവിഷൻ കമ്മിറ്റിയൊക്കെ വിചാരിച്ചാൽ തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തും. യൂണിറ്റ് പരിപാടിയൊക്കെ ചെറിയ അതിന്റെ പരിമിതി ഉണ്ടാവും, ചെറിയ ഒരു സിമ്പിൾ പരിപാടിയായിരിക്കും. എന്നാൽ ഇവിടെ വലിയ മനോഹരമായ ഒരു മജ്‌ലിസ്. പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മളെ അൽത്താഫ് ഇമാമി ഉസ്താദ്, ആൾ നേരത്തെ ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ചെയ്ത സേവനങ്ങൾ, ത്യാഗങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു. നമ്മളെ ഫാറൂഖ് സഅദിയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ അധ്വാനമാണ്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെ എല്ലാവിധ സപ്പോർട്ടാണ്. ഇവിടെ ദർസ് നാട്ടിൽ നിലനിൽക്കണം, സംഘടന വേണം, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരുടെ നിർബന്ധമാണ്. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ അഡിക്റ്റായി സ്വന്തം ഉമ്മാനെ കൊല്ലുന്ന, വാപ്പാനെ കൊല്ലുന്ന മക്കള് നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലേക്ക് കടന്നു വരികയാണ്. കർണാടകയിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത്തരം വാർത്തകൾ എത്തിയിട്ടില്ല. അല്ലാഹു സലാമത്താക്കട്ടെ. കേരളത്തിലുള്ള വാർത്തകള് കഴിഞ്ഞ ജനുവരി മുതൽ നിങ്ങളൊന്ന് എണ്ണിയാൽ, ഞാൻ തൊട്ടടുത്ത് നെക്കില എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ പരിശുദ്ധ റമദാനിന് മുമ്പ് കൂറത്ത് തങ്ങൾ ഉസ്താദിന്റെ മകൻ മഷഹൂദ് തങ്ങളൊക്കെ വന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഞാൻ അവിടെ സംസാരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ, നമ്മുടെ കാസർഗോഡ് ജില്ല അങ്ങനെ കേരളത്തിലെ ജില്ലകളിൽ ഓരോ ദിവസവും ഒരുപാട് ലഹരിയുടെ, കഞ്ചാവിന്റെ, MDMA-യുടെ, കള്ളിന്റെയൊക്കെ പേരിൽ അടിപിടി കൂടുന്നതും സ്വന്തം ഉമ്മാനെ ബാപ്പാനെ കൊല്ലുന്ന വാർത്തകളൊക്കെ കേൾക്കുകയാണ്. അതുകൊണ്ട് മക്കളൊക്കെ ശരിയായ ദിശയില്, സുന്നത്ത് ജമാഅത്തില് വഹാബികളാവാതെ, സലഫികളാകാതെ, ഉമ്മ മരിച്ചാൽ ഒരു യാസീൻ പോലും ഓതാൻ മനസ്സ് കാണിക്കാതെ അങ്ങനെ തന്നെ കുഴിച്ചു മൂടുന്ന സലഫികളായ മക്കളാവാതിരിക്കാൻ അൽഹംദുലില്ലാഹ് ഇത്തരം സംഘടനകൾ നാട്ടിൽ അനിവാര്യമാണ്. ഈ നാട്ടിലെ വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ആലിമീങ്ങള്, എത്ര സഖാഫികളാണ് ഈ നാട്ടിലുള്ളത്, എത്ര സഅദി പണ്ഡിതന്മാരാണ്, എത്ര മദനികളുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച മുഹിമ്മാത്തില് ഒരുപാട് ഹിമമികൾ, ഉപ്പട്ടിക്കാരായ ഹിമമികൾ എന്ന് പറയുമ്പോ അത് മുഹിമ്മാത്തിന്റെ ആവേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ പ്രഭാഷകനായ അത്താഉല്ലാ ഇമാമി ഉസ്താദ് ഞങ്ങളുടെ നാട്ടിലെ കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും കർണാടകയിലെ ഏകദേശം നാടുകളിലും മഹല്ലുകളിലും വഅദിന് പോകുന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ അത്താഉല്ലാ ഇമാമി സഖാഫി കുപ്പട്ടി നാട്ടുകാർക്ക് അഭിമാനമാണ്. ആ അത്താഉല്ലാ ഇമാമി ഉസ്താദിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ മുന്നിൽ നിന്ന് ആ കുടുംബക്കാരും മാതാപിതാക്കളൊക്കെ സന്തോഷിക്കുകയാണ്. അവർക്കൊക്കെ എത്ര സന്തോഷമാണ്. ഇനിയും അത്താഉല്ലാ ഇമാമി ഉസ്താദിനെ പോലെ, അൽതാഫ് ഇമാമി ഉസ്താദിനെ പോലെ ഒരുപാട് പ്രഗൽഭരി നാട്ടിൽ കടന്നു വരണം. ഒരുപാട് ആളുകൾ ഉണ്ടാകാം. വന്യരായ റസാഖ് സഖാഫി ഉസ്താദ്, അയാൾ വലിയൊരു ആലിമാണ്, വലിയ തൗഫീഖ് കിട്ടി ആത്മീയ ചികിത്സയിലൂടെ ഒരുപാട് ആളുകൾക്ക് വലിയ അവസരം കൊടുത്ത മഹാനാണ്. അയാൾക്കറിയാം എന്റെ മകനെ ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടാൽ എനിക്ക് സാമ്പത്തികമായി ഒരു പക്ഷേ ഇതിനേക്കാളും ഉഷാറാകാം. ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടാൽ വേറെ മേഖലയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയും. പക്ഷേ റസാഖ് സഖാഫി ഉസ്താദ് ചിന്തിച്ചത് എന്റെ മകനെ ആലിമാക്കണം. അൽഹംദുലില്ലാഹ്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയം മുഹിമ്മാത്തിലേക്ക് പ്രായം കൊണ്ട് വരൽ
വലിപ്പം ചെറുതായിരിക്കാം, പക്ഷെ ഇൽമ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എന്നെക്കാളും അതുപോലെ ഇവിടെയുള്ള സദസ്സിലുള്ള പലരെക്കാളും ഇൽമ കൊണ്ട് അറിവ് കൊണ്ട് ഉന്നതനാണ് വന്നരായ അൽത്താഫ് ഇമാം ഉസ്താദ്. അയാൾ ഇത് ഇഷ്ടപ്പെടൂല. ഞാൻ ഇവിടെയും അയാളെ കുറിച്ച് ഈ നാട്ടിൽ വന്നിട്ട് പറഞ്ഞാലല്ലേ ഇത് മനസ്സിലാവുകയുള്ളൂ. അയാൾ ഇത് പറയാൻ ഇഷ്ടപ്പെടൂല. നല്ല വിനയവും എളിമയും താഴ്മയുള്ള വ്യക്തിയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ, മോട്ടിവേഷനാകാൻ ഞാൻ പറയുകയാണ്. ചെറിയ പ്രായത്തിൽ വലിയ തൗഫീഖ് കിട്ടി. പഠിക്കുന്ന കാലത്ത് റാങ്കുകളാണ്. സ്കൂൾ മേഖലയിലും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, ഉറുദു സംസാരിക്കും, കന്നഡ, മലയാളം എല്ലാ ഭാഷയിലും കൈകാര്യം ചെയ്യും. അതിനിടയിൽ പഠന കിതാബുകളിൽ 1ാം റാങ്കാണ്. ഉസ്താദുമാർ ഇഷ്ടപ്പെട്ട ശിഷ്യനായി അദബുള്ള മോനായി വളർന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് ഊട്ടിയിലും തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും, ഇന്ന് ഉത്തര കർണാടകയിലെ ഹാവേരിയിൽ SSFന്റെ ജില്ലാ പ്രസിഡന്റായി, ആ നാട്ടിൽ ആളില്ലാത്തത് കൊണ്ടല്ല, കുപ്പട്ടിക്കാരനായ ഒരാളെ ജില്ലാധ്യക്ഷനാക്കിയത് അവരുടെ സേവനങ്ങളാണ്. പള്ളികളില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി, മദ്രസകളില്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസ. അൽഹംദുലില്ലാഹ്, വലിയ തൗഫീഖാണ്. ഞങ്ങൾക്കൊക്കെ ഇതുവരെ ഒരു പള്ളിയുടെ പൊളിഞ്ഞു പോയ മേൽക്കൂര പോലും നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉസ്താദൊക്കെ പലപ്പോഴും പറയും, ഇങ്ങനെ വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മദ്രസ ആരെങ്കിലും സ്പോൺസർ ഉണ്ടെങ്കിൽ പറയണം. കേരളത്തിലും അങ്ങനെ ഏതെങ്കിലും ആളുകൾ നിങ്ങൾ അറിവിലും ഈ പരിസരത്തുള്ള നിങ്ങളൊക്കെ ഗൾഫിലും മറ്റൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, ഈ ഭാഗങ്ങളിൽ നമുക്ക് അടുത്തടുത്ത് പള്ളികളാണ്. ഈ വിനീതം തന്നെ നിങ്ങൾ സാധാരണ വന്ന മേഖല തുർക്കളിക്ക് റൂസനി വിനീതം വന്നു. കല്ലേരിയില് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അൽഹംദുലില്ലാഹ് തൊട്ടുള്ള പദ്മുഞ്ചയില്, കുർവാൾ പദവിയില്, തെക്കിലയില് ഞാൻ ആദ്യം 10 കൊല്ലം മുമ്പ് വഅദിന് വന്ന സ്ഥലമാണ് ജാരികവയില്. തൊട്ടടുത്തുള്ള പരപ്പ്, അതുപോലെ ഗരുവാണക്കര, അതിന്റെ പരിസരത്ത് മദ്ദെടുക്ക, ലാഡിയിലും സുന്നത്ത് കരയിലും അങ്ങനെ പരിസരങ്ങളിൽ, ഇങ്ങനെ ഉജിര ഭാഗങ്ങളില് അൽഹംദുലില്ലാഹ് മടന്തിയാറും ഇങ്ങനെ പരിസരങ്ങളിൽ, അജ്ല മുഗറടക്കം പരിസരങ്ങളിലേക്ക് നമുക്ക് പള്ളിയുണ്ട്. അടുത്തടുത്ത് നല്ല നല്ല പള്ളികളാണ്, നല്ല നല്ല മദ്രസകളുണ്ട്. നിങ്ങളൊന്ന് ഹാവേരിയിലേക്ക് പോയി നോക്കൂ, ദാവണഗരയിലേക്കൊന്ന് പോയി നോക്കൂ, അങ്ങനെ കർണാടകയിലെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് പോയി നോക്കൂ. ടൗൺ ഏരിയകളല്ല, അള്ളി പ്രദേശങ്ങളിൽ പോയാ സുജൂദ് ചെയ്യാൻ പള്ളികളില്ല. ഉള്ള പള്ളികൾ ഷെഡ് കെട്ടിയിട്ട് ടാർപ്പേല് വിരിച്ചിട്ട്, ചിലപ്പോ പകൽ സമയങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗേറ്റ് പോലും ഇല്ലാത്തപ്പോ നായ പോലും പട്ടി പോലും വന്നിട്ട് കിടന്നിറങ്ങുന്ന സ്ഥലം. അങ്ങനെയുള്ള ഭാഗങ്ങളായി പോയി. പേരിന് അവർക്ക് പഠിക്കാൻ മദ്രസകളില്ല. അവർ പ്രായം കൂടി കൂടി വന്ന് wudu എടുക്കാൻ അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, ഫാത്തിഹ പോലും ഓതാൻ അറിയില്ല, റമദാൻ മാസത്തിൽ നോമ്പ് നോക്കണമെന്നറിയില്ല. അതേ കച്ചവടവും കൃഷിയുമായി കാളയെ നോക്കിയിട്ട്, പശുവിനെ നോക്കിയിട്ട് ജീവിക്കുന്ന ആളുകൾ ഇന്ന് അൽഹംദുലില്ലാഹ് എത്ര ആലിമീങ്ങള്, മുഹിമ്മാത്തിന്റെ സന്തതിയായ കർണാടകയിലെ SSFന്റെ നേതൃ രംഗത്ത് സ്റ്റേറ്റിലൊക്കെ പ്രവർത്തിച്ചിരുന്ന നമ്മളെ വന്യരായ മുസ്തഫ ഹിമമി നഈമി ഉസ്താദ് മൊട്ടുകോളി, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ. അവിടെ മുഈനുസ് സുന്ന എന്ന സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാ. അൽഹംദുലില്ലാഹ്, എത്ര സഖാഫികളാണ്, എത്ര ഹിമമികളാണ് ഈ നാട്ടിലെ വന്യരായ അൽത്താഫ് ഇമാം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മുഹിമ്മാത്ത് സ്ഥാപനത്തിലെ ഉസ്താദുമാർ അവിടുത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ കീഴില് അൽഹംദുലില്ലാഹ് എത്ര ദർസുകളാണ് അവിടെ ഉണ്ടായത്, എത്ര മദ്രസകളാണ് ഉണ്ടായത്, എത്ര പള്ളികളാണ് അവിടെ ഉയർന്നു വന്നത്. ഇനിയും അവിടെ പള്ളി വേണം. നമ്മളെ നാട്ടിലുള്ള ഇത്രയും വലിയ അമ്പരച്ചുംബിയായ പള്ളിയൊന്നും ആ നാട്ടില് വേണ്ട. ഒരു 100 ആളുകൾക്ക് നിസ്കരിക്കുന്ന ഒരു ചെറിയ സ്ക്വയർ ഫീറ്റിന്റെ പള്ളി, ഒരു 200 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ നല്ലൊരു പള്ളി. ആ പള്ളി നിങ്ങളെ അറിവില്, നിങ്ങളെ കുടുംബത്തില്, നിങ്ങളെ ഗൾഫ് നാട്ടിലുള്ള സുഹൃത്തുക്കള് പള്ളി നിർമ്മിക്കാൻ, മദ്രസ കെട്ടിക്കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരെ നിങ്ങളെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ഉസ്താദിനെ ബന്ധപ്പെടുത്തി കൊടുത്താൽ
അൽഹംദുലില്ലാ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയാ. അതുകൊണ്ട് അല്ലാഹു വലിയ ജാരിയായ സദഖയായി സ്വീകരിക്കുകയാ. നമ്മളെ നാട്ടിൽ അൽഹംദുലില്ലാ നല്ല മനോഹരമായ മസ്ജിദുണ്ട്, ദർസുണ്ട്. ഈ നാട്ടിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങളെ ഈ പരിസരത്തൊന്നും ഇത്രയും മുത്തഅല്ലിമുകളുള്ള ദർസ് കാണാൻ കഴിയില്ല. കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കണ്ണു പൊളിച്ചതല്ല, ഒരു സ്ഥാപനമുണ്ട് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ ഇത്രയും മുത്തഅല്ലിമുകള്. അൽഹംദുലില്ലാഹ് ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മ ബാപ്പാ നിങ്ങളൊക്കെ ഭാഗ്യവന്മാരാണ്. ഇവര് നാളത്തെ ഖതീബ് ഉസ്താദുമാരാണ്, നാളത്തെ ഖാദിമാരാണ്, നാളത്തെ മുദരിസുമാരാണ്, നാളത്തെ പ്രഭാഷകന്മാരാണ്. ഒരുപാട് AP ഉസ്താദുമാര് വരണം. ഒരുപാട് പേരുടെ ഉസ്താദ് ഫാറൂഖ് നഈം ഉസ്താദ്, കളസ് ഉസ്താദിനെ പോലെ, അത്താഉല്ലാ ഇമാം ഉസ്താദിനെ പോലെ, അൽതാഫ് ഇമാം ഉസ്താദിനെ പോലെ ഈ നാട്ടിൽ തന്നെ ഒരുപാട് ഇമാമികൾ. നമ്മളെ ഫാറൂഖ് ഇമാമി നമ്മളെ സുഹൃത്താണ്, അലി ഇമാമിയെ പോലെ, അലി അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട അക്ബർ ഇമാമിയെ പോലെ ഒരുപാട് ഇമാമികളുണ്ട്, സഅദികളുണ്ട്, സഖാഫികളുണ്ട്. അല്ലാഹ് ഞങ്ങളുടെ നാട്ടിലുള്ള സർവ്വ ആലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇവരെ നാളെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു പറഞ്ഞേക്കുമ്പോ ആലിമീങ്ങളോട് പറയും, മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ അവിടെ നിൽക്കൂ, നിങ്ങൾക്ക് ചില ആളുകളെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശവും അതിനുള്ള റെക്കമെൻഡിനുള്ള അധികാരം ഞാൻ തരാൻ. ആരാണ്? അവര് പറയും നിങ്ങൾ പണ്ഡിതന്മാരാവാൻ, നിങ്ങൾ മുതഅല്ലിമീങ്ങളാവാൻ കാരണക്കാരായ ആളുകൾ ആരൊക്കെയുണ്ട് കൊണ്ടുപോകൂ. അപ്പൊ പറയും എന്റെ ഉമ്മയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്, എന്റെ ബാപ്പയാണ്. പഠിക്കുന്ന സമയത്ത് എനിക്ക് ചോറ് തന്ന ഉമ്മയുണ്ട്, എനിക്ക് ഭക്ഷണം വാങ്ങി തന്ന ആളുണ്ട്, പഠിക്കാനുള്ള കിതാബ് വാങ്ങി തന്ന അതിന് ക്യാഷ് വാങ്ങി തന്ന ആളുണ്ട്. അതുപോലെ എനിക്ക് പെരുന്നാളിന് നല്ല ഡ്രസ്സ് വാങ്ങി തന്നു, കന്തൂറ് തന്നു, ഗൾഫിൽ നിന്ന് വരുമ്പോ ശീല വാങ്ങി തന്നു, നല്ല തലപ്പാവ് തൊപ്പിയും എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു, എനിക്ക് നാട്ടിലേക്ക് പോകുമ്പോ ചെലവിന് പൈസ തന്നു. ഇവർക്ക് സ്വന്തം വീടുകളില്ലാത്തത് കൊണ്ടല്ല, ഉറങ്ങാൻ നിങ്ങളെ വീട്ടിനെക്കാളും സൗകര്യമുള്ള വീട് ഇവരെ നാട്ടിലുള്ള വീട്ടിലുണ്ട്. പക്ഷേ അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല, ഗതിയില്ലാത്ത ഇങ്ങോട്ട് പറഞ്ഞയച്ചതല്ല. നല്ലൊരു പണ്ഡിതന് ഇവിടെ മുദരിസായി സേവനം ചെയ്യുന്നു. നാട്ടുകാരായ നമ്മുടെ പ്രസിഡന്റ് ആദം ചടക്കമുള്ള ആളുകൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് നിന്നിട്ട് ഇത് വേണമെന്ന് നല്ല ആഗ്രഹത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മുഹിമ്മാത്തിന്റെ ഒരു ഓഫ് ക്യാമ്പസായി ഞങ്ങളെ നാട്ടുകാരനായ ഖാദർ സഖാഫി നാരമ്പാടി, ഇന്ന് അൽഹംദുലില്ലാഹ് മുള്ളേരിയം, ഞാൻ ഇന്നലെ അവരുടെ ദർസിൽ പോയിരുന്നു. 13ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ ഇപ്പൊ അവിടെ പഠിക്കുന്നുണ്ട്. കുപ്പട്ടിക്കാരനായ ഒരു മുത്തഅല്ലിം ഇന്നലെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ നാട് കുപ്പട്ടിയാണ്, നിങ്ങൾ നാളെ ഞങ്ങളുടെ നാട്ടിലാണല്ലോ വാദിന് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു പോകുന്നു, ഇന്ന് കുപ്പട്ടിയിൽ ഉസ്താദിന്റെ ദർസിൽ അന്ന് പഠിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോ പരിസരത്ത് കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ മഹാനായ സയ്യിദ് കണ്ണവൻ തങ്ങളെ നേതൃത്വം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആ കണ്ണവൻ തങ്ങളെ നേതൃത്വത്തിലുള്ള അഹ്ദലിയ ദർസ് ഇവിടെ ഇന്നലെ അവിടെ നടക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അടുത്ത വർഷവും ഒരുപാട് മുത്തഅല്ലിമുകളെ കോളേജിലേക്ക് അതേ സഖാഫിയും മറ്റു സനദൊക്കെ ബിരുദം നേടാൻ വേണ്ടി പോവുകയാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ ജമാഅത്ത് ഏറ്റെടുത്തു. നല്ലൊരു ദർസ് ഇവിടെ നിലനിൽക്കുകയാണ്. ചില ജാഗയിൽ പോയിട്ടാകുമ്പോൾ പറയൂ, ഉസ്താദെ മുദരീസിനെ വേണം, കുറെ മുത്താലിങ്ങളൊന്നും വേണ്ട, ചോറ് കൊടുക്കാൻ വരയില്ല, ബുദ്ധിമുട്ടാന്ന്. ഒരു 10 മുത്താലിങ്ങളെ മതി ഉസ്താദ്, അല്ലെങ്കിൽ ഒരു 12 കൂടിയറണ്ട. ഈ അടുത്തൊരു ഉസ്താദിന് 20 മുത്താലിങ്ങൾ പണി കിട്ടുന്നില്ല. കേട്ട് ഉസ്താദ് നിങ്ങൾ ഒരുപാട് ജാഗയിൽ ദർസെടുത്ത് ഉസ്താദ് നല്ല കഴിവുണ്ട്, പക്ഷേ മുത്താലിങ്ങൾ 20 മുത്താലിങ്ങൾ, പക്ഷെ എന്താക്കുന്നു മുത്താലിങ്ങൾ കൂടിയേറ്റ് നമുക്ക് നമുക്ക് ജാഗ തരുന്നില്ല. അവസാന ഉസ്താദ് ജോലി കിട്ടണ്ടേ, വേറെ മുദരീസിന്റെ അടുത്തേക്ക് കൂടെയുള്ള കുറച്ച് മുത്താലിങ്ങളെ പറഞ്ഞേക്കാണ്. കാരണം അത്രയും ലിമിറ്റ്, പ്രത്യേകം നിബന്ധനകളൊക്കെ വെച്ചിട്ട് ചില മഹല്ലുകളെ മുന്നോട്ട് പോകുമ്പോ പെട്ടിക്കാരെ നിങ്ങൾക്ക് അഭിമാനമാണ്, ഈ നാട്ടിലേക്ക് അല്ലാഹു നൽകിയ ബർക്കത്താണ് ഈ നാട്ടിലുള്ള ദർസ്. ഇത്രയും മുത്തഅല്ലിമീങ്ങൾക്ക് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവരെ പഠിപ്പിക്കാൻ നല്ല
കഴിവുള്ള യോഗ്യതയുള്ള ഏറ്റവും നല്ല യോഗ്യനായ ഒരു ആലിമ നമ്മുടെ നാട്ടിലുണ്ട്. നല്ലരായ സാദാത്ത് തങ്ങളുടെ തർബിയത്ത് നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ നേതൃത്വമുണ്ട്. നല്ലരായ പർവായ ഹബീബ് തങ്ങളെ പോലെ പ്രഗത്ഭരായ ഒരുപാട് ആലിമികള് നമ്മുടെ നാടുകളിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഈ റൂട്ടിലൂടെ പോകുമ്പോ എന്തോ ഒരു കാണാൻ ഭംഗിയുള്ള നല്ല തല ഉയർത്തി നിൽക്കുന്ന ഗേറ്റ്, മനോഹരമായ പള്ളി, വലിയ വലിയ ടൗണുകളിൽ തല ഉയർത്തി നിൽക്കുന്ന അമ്പരചുംബിയായ മനോഹരമായ പള്ളി അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ വന്നു. ഇതിന്റെ ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ കല്യാണ മണ്ഡപം, ഓഡിറ്റോറിയം, എന്നരായ ആദംശ പറഞ്ഞു സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രയാസത്തിലായിരുന്നു ഉസ്താദ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അജ്മീർ ഹാജാ തങ്ങളുടെ ദർബാറിൽ ചെന്ന് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 6 മാസത്തിനിടയിൽ 6 തിങ്കളക്കിടയിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കത് തുറന്ന് പ്രവർത്തിക്കാൻ, കല്യാണം മംഗലം കൂടാനുള്ള അതിന് വലിയൊരു അവസരമായി. ഒരു 30,000 രൂപ ഞങ്ങൾക്ക് അതിന് വേണ്ടി ഓരോ ആളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി കിട്ടും. ഒരു 10,000 രൂപ ഇവിടുത്തെ ബാക്കി സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാടകയ്ക്കൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് ചെലവായിട്ട് എന്നാലും ഒരു 20,000 അൽഹംദുലില്ലാഹ് മിച്ചമായി കിട്ടുന്നു. ഇത്രയും മനോഹരമായ, ഇത്രയും നല്ല മനോഹരമായ ഒരു സഅദി മണ്ഡപം, ഒരു കല്യാണത്തിനുള്ള ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടാക്കി നമ്മുടെ സ്വന്തം കീശയെ വീർപ്പിക്കാനല്ല, ഈ പള്ളി മുന്നോട്ട് പോകണം. ഇവിടുത്തെ ദർസ് നിലനിൽക്കണം. പ്രഗത്ഭരായ ആലിമീങ്ങളാണ്. ഒരാളെയും ലോക്കലാക്കി നിർത്തിയിട്ടില്ല. നല്ല ശമ്പളം കൊടുത്തിട്ട് വന്യരായ ഖതീബ് സയ്യിദ് അവറുകൾ ഇവിടെ നിർത്തി. വന്യരായ നല്ല മുദരിസായ നല്ല കഴിവുള്ള ആലിമായ ചെറുപ്പക്കാരനായ പ്രഭാഷകനായ ഇർഷാദ് സഖാഫിയെ ഇവിടെ മുദരിസായി സേവനം ചെയ്യുന്നു. ഇവിടുത്തെ സദർ ഉസ്താദ് എന്റെ ഭാര്യയുടെ മൂത്തമ്മാന്റെ മകനാണ്. അതുകൊണ്ട് എന്റെ കുടുംബക്കാരനായതുകൊണ്ട് ഞാൻ പറയുകയല്ല. കർണാടകയിലെ മർദ്ദള അടക്കമുള്ള വലിയ വലിയ മഹല്ലുകളിലേക്ക് സദർ ഉസ്താദായി ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത നല്ല കഴിവുള്ള യുവ പണ്ഡിതനാണ് ബാദപ്പുടിയിലുള്ള മുസ്തഫ സായി ഉസ്താദ്. മുഅദ്ദിനായി ഞാൻ കൊണ്ടങ്കേരിയിൽ ഉറൂസിന് പോയിരുന്നു. 100-ലധികം വരുന്ന പണ്ഡിതന്മാരുള്ള നാടാണ് കൊടകിലെ കൊണ്ടങ്കേരി. 40-ലധികം വരുന്ന സഖാഫികൾ മാത്രമുണ്ട് ആ നാട്ടില്. ആ നാട്ടിൽ നാട്ടുകാരായ സഖാഫികള്, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ആ കൊണ്ടങ്കേരിയിലെ പ്രിയപ്പെട്ട വളവന്യരായ ഷാഫി അമാനി ഉസ്താദ് സോഷ്യൽ മീഡിയയിലേക്ക്, യൂട്യൂബിലേക്ക് നമ്മളൊക്കെ കണ്ടവരായിരിക്കാം. നല്ലൊരു കഴിവുള്ള ആലിമ ഇവിടെ മുഅദ്ദിനായി സേവനം ചെയ്യുന്നുണ്ട്. പ്രഗത്ഭരായ ഒരുപാട് ആലിമികള് ഇവിടെ മുഅല്ലിമായി സേവനം ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്ക് ശമ്പളം കൊടുക്കണം. ഇത്രയും മുതഅല്ലിമുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഈ വരുമാന മാർഗങ്ങള്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പിരിവെന്നോട് പറഞ്ഞിട്ടില്ല, എന്നാലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അവസാനം ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അതേ സമയത്ത് മുഅ്മിനീങ്ങളെ, നാളെ ആഖിറത്തേക്കുള്ള മുതൽ കൂട്ടാൻ ഇതുപോലെയുള്ള നല്ല നല്ല സംഭാവനകള്, നിങ്ങൾ ഏറ്റവും നല്ല ഇൽമിന്റെ വഴിയിലേക്ക് കൊടുക്കുന്ന സംഭാവന സദഖ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്. സ്വർഗ്ഗം കിട്ടാനത് കാരണമാണ്. ഖബറ് രക്ഷപ്പെടാനത് കാരണമാണ്. ഈ 30ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, സുബ്ഹി നിസ്കരിച്ചിട്ട്, ദുഹാ നിസ്കരിച്ചിട്ട്, 5 വഖത്ത് നിസ്കാരം നമുക്ക് പലപ്പോഴും തിരക്കുകൾക്കിടയിൽ, ജോലിക്കിടയിൽ, പഠിക്കുന്ന തിരക്കിനിടയിൽ നിസ്കാരം ജമാഅത്ത് കിട്ടാതെ പോകുമ്പോ ഇവര് എപ്പോഴും പള്ളിയിലാണ്. ഇവര് പരിശുദ്ധമായ കിതാബുകള്, തഫ്സീർ, അതുപോലെ പരിശുദ്ധമായ ഹദീസുകള്, അതുപോലെ തസവ്വുഫിന്റെ കിതാബുകള്, ഫിഖ്ഹിന്റെ കിതാബുകള്, നഹ്വും സർഫും ഓതി പഠിക്കുന്നു. എല്ലാ ഫന്നുകളും കൈകാര്യം ചെയ്യുന്നു. അവർക്ക് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഉമ്മ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന വീട്ടുകാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവര് ദുആ ചെയ്യുകയാണ്. ഇനി ദുആ ചെയ്തില്ല എങ്കിലും ഇവര് ഇത്രയും ഉഷാറാകാൻ കാരണക്കാരുണ്ടോ? അല്ലാഹു അവര് ഒരു സ്ഥലത്തും കൊടുക്കൂല. ഇനി നമ്മുടെ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനേക്കാളും മുതഅല്ലിമീങ്ങൾ കൂട്ടണം. പല മുതഅല്ലിമീങ്ങൾ, സീനിയറായ മുതഅല്ലിമീങ്ങൾ, ബിരുദ
ജീവിത പഠനത്തിന് വേണ്ടി സനത് വാങ്ങാൻ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോ നമ്മുടെ നാട്ടില് ദർസുകൾ ഇങ്ങനെ ഉഷാറായി വരണം. മുതഅല്ലിമീങ്ങൾ വർദ്ധിക്കണം. ഈ നാട്ടിലെ നല്ലവരായ ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ മക്കളെ നമ്മള് രാത്രിയിലെ 1-ാം ദർസിലെങ്കിലും നമ്മൾ പറഞ്ഞു വിടണേ. നല്ല നല്ല സ്ഥാപനങ്ങള് ഹിമ്മാത്തും ജാമിയ സഅദിയ മർകസും മഅദിനും കുറ്റ്യാടി സിറാജുൽ ഹുദയും അൽ ബഖർ അതുപോലെ മഖ്ദൂമിയും ഖാദിസിയും മഅദിനടക്കമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. കർണാടകയിൽ അൽഹംദുലില്ലാഹ് ദാറുൽ ശരിയ എന്ന് പറയുന്ന സുരിബൈൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച സ്ഥാപനം സുരിബൈലിലുണ്ട്. വന്യരായ കർണാടക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ നമ്മുടെ ഖാദിയായ പണ്ഡിത ലോകത്തെ അനിഷേധ്യനായ നേതൃത്വമായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ദാറുൽ ഇർഷാദ് എന്ന് പറയുന്ന സ്ഥാനം മാണിയിലുണ്ട്, പുത്തൂരിലുണ്ട്. മഹാനായ ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അല്ലാഹ് ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ ഉസ്താദ് പടുത്തുയർത്തിയാൽ മദീന മഞ്ഞനാടിയുണ്ട്. തൊട്ടടുത്ത് പരപ്പുവില് ഗേരുകെട്ടയില് വന്നരായ മനുഷ്യർ തങ്ങളെ തുടക്കം കുറിച്ചാൽ മനുഷ്യർ സ്ഥാപനങ്ങളുണ്ട്. മഹാനായ ജലാലുദ്ദീൻ തങ്ങളെ മൽജ നമ്മുടെ നാട്ടിലുണ്ട്. കാജൂരിൽ പരിശുദ്ധമായ വലിയ ദർസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ആത്തൂര് പോകുമ്പോ അതേ കെമ്മാറയിൽ വലിയ ദർസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പരിസരങ്ങളില് ബെൽത്തങ്ങാടി അതുപോലെ ഈ പരിസര പ്രദേശങ്ങളിൽ ജാരികവേലടക്കമുള്ള സ്ഥലങ്ങളില് നല്ല നല്ല സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്, ദർസുകളുണ്ട്. അൽഹംദുലില്ലാഹ്. ആ സ്ഥാപനങ്ങളൊക്കെ മക്കളൊന്ന് പഠിച്ചോട്ടെ. നമ്മുടെ മക്കളെ ഇൽമ പഠിക്കുമ്പോ അതിന്റെ ഫലം നമുക്ക് ഇന്നല്ല ശരിക്കും നാളെ അനുഭവിക്കാൻ കഴിയുകയാ. ഒരു ഉമ്മാന്റെ ആഗ്രഹം ഡോക്ടറാക്കണോ എന്നാണോ? അൽഹംദുലില്ലാഹ്. അതേസമയം ഉപ്പാന്റെ ആഗ്രഹം ഹാഫിളാക്കണോ എന്നാണോ? എന്നാൽ രണ്ടുപേരുടെയും ആഗ്രഹപ്രകാരം ഹാഫിളായ ഡോക്ടറാക്കാനുള്ള അവസരങ്ങളുണ്ട്. അഡ്വക്കറ്റായ പണ്ഡിതനുണ്ട്. നൂറുകണക്കിന് ഞങ്ങളെ കൂടെ പഠിച്ച അഡ്വക്കറ്റ് റിഫായി ഇമാമി സഖാഫിയെ പോലെ, അഡ്വക്കറ്റ് നിസാർ ഹിമമിയെ പോലെ എത്ര കഴിവുള്ള അഡ്വക്കറ്റുമാർ LLB പാസ്സായവരുണ്ട്. അതേ കർണാടകയിലുണ്ട്, നമ്മുടെ സുരിബൈലിലുണ്ട്, അതുപോലെ മഞ്ഞനാടിയിൽ ഇർഷാദ് സഖാഫി അടക്കമുള്ള അങ്ങനെ എത്രയോ അഡ്വക്കറ്റുമാര് കർണാടകയിലെ സഖാഫികളുണ്ട്, ഹിമമികളുണ്ട്. അതേപോലെ എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ മേഖലയിൽ അതുപോലെ B.Ed എടുത്ത് നല്ല പ്രൊഫഷണൽ ഗവൺമെന്റ് മേഖലയിൽ സേവനം ചെയ്യാൻ, PhD എടുക്കാൻ, അങ്ങനെ IAS പഠിക്കാൻ, IPS പഠിക്കാൻ, IFS പഠിക്കാൻ, സിവിൽ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ എല്ലാ അവസരങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ട എന്റെ മോനം മൊയിലാറായി പഠിച്ചാൽ അവന് കിട്ടുന്ന ഒരു മുക്രീന്റെ പണിയല്ലേ, ഓന് കിട്ടുന്ന 10,000 ശമ്പളം. ഈ ശമ്പളത്തിൽ എന്ത് കിട്ടാനാ ഉസ്താദേ? എനിക്ക് നാള് കഴിയണ്ട ഉസ്താദേ എന്നൊക്കെ ചോദിക്കുന്നയാള് എന്റെ അറിവിലുണ്ട്. 1 ലക്ഷവും 2 ലക്ഷം വരെ സാലറി വാങ്ങുന്ന ആലിമിങ്ങളുണ്ട്. ഗൾഫ് നാടുകളിൽ AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ 200ഓളം വരുന്ന വലിയ വലിയ ഔക്കാഫിന്റെ പള്ളികളിൽ ഹാഫിലികളായ വലിയ സഖാഫികളായ ആലിമിങ്ങൾ ഇവിടെ വലിയ ഗവൺമെന്റ് ശമ്പളം വാങ്ങിയിട്ട് ഇസ്സത്തോടെ സേവനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ടല്ല, ഭൗതികമായ താല്പര്യം നമുക്ക് പാടേയില്ല. എന്നാലും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറ, ദുനിയാവും വേണം ആഖിറവും വേണം, 2 ലോകം നേടണോ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന പണ്ഡിതനായ മകന് അത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. ചില ഡോക്ടർമാരുണ്ട്, ഒരു യാസീൻ നന്നായിട്ട് ഓതാൻ അറിയൂല, ഉമ്മ മരിച്ചു കിടക്കുകയാണ്. ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് തെറ്റുകൂടാതെ തജ്വീദിന്റെ നിയമപ്രകാരം ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ അറിയാത്ത ഡോക്ടർ ഉണ്ടായത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിസ്കാരത്തിന്റെ 14
ഫർള് നന്നായി അറിയാതെ നിസ്കാരം മറ പോലെ നിർവഹിക്കാൻ അറിയാതെ ഒരു എഞ്ചിനീയർ ഉണ്ടായതുകൊണ്ട് സമൂഹത്തിനു ആഖിറത്തിലെ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ദുനിയാവും വേണം ആഖിറവും വേണം. നമ്മുടെ മക്കളൊക്കെ SSFന്റെ മക്കളാക്കണേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ എത്ര സിദ്ദീഖുമാര് മരിക്കുന്നുണ്ട്, എത്ര കബീറുമാര് മരിക്കുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ അത്രമാത്രം സ്മരിക്കാറില്ല. നിങ്ങളെ നാട്ടിലെ കുപ്പട്ടിയിലെ SSFകാരനായ സിദ്ദീഖ് ആയതുകൊണ്ടാണ് കാജൂരിലെ ഉറൂസിന്റെ വേദിയിൽ പാവപ്പെട്ട മുത്തഅല്ലിമിന് ഓർമ്മ വന്ന ദുആ ചെയ്യാൻ ഞാൻ പ്രഭാഷണം നടത്തി. ഏകദേശം സദസ്സുകളിലും ഞാൻ സിദ്ദീഖ്, കുപ്പട്ടിയിലെ സിദ്ദീഖിന് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. കാരണം അവൻ SSFകാരനായതുകൊണ്ടാ. മരണം ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ മരിക്കും. ആർക്കാണ് ഇവിടെ ധൈര്യമുള്ളത്? ഈ സംസാരിക്കുന്ന പാവപ്പെട്ട മുത്തഅല്ലിമ് നാളെ ഏറ്റെടുത്ത പ്രഭാഷണത്തിന്റെ വേദിയിൽ പോയി വാല് പറയുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഈ പാവപ്പെട്ട മുത്തഅല്ലിമിനില്ല. നമ്മുടെ നാടുകളിൽ വാല് പറയാൻ ബുക്കിംഗ് കൊടുത്ത് ഡേറ്റ് കൊടുത്ത വന്യരായ ഹാഫിദ് മഷ്ഹൂദ് സഖാഫി ഗുഡല്ലൂരിന്ന് ഖബറിലാ. അല്ലാഹുവേ, ഉസ്താദിന്റെ ആഖിറനി വെളിച്ചമാക്കണേ റബ്ബേ. ചെറിയ പ്രായത്തിൽ അല്ലാഹു കൊണ്ടുപോയി. തലേ ദിവസം ഉസ്താദ് വാല് പറഞ്ഞത് സ്വന്തം നാടായ ഗൂഡല്ലൂര്, അതേ ദേവർശാലയാണ്, നീലഗിരിയിലാണ്. ഉസ്താദിനുള്ള കണക്കാക്കിയ പരിപാടി അവിടെയാണ്. സ്വന്തം ജന്മനാട്ടിലേക്ക് എത്തി. നാട്ടുകാരെ കണ്ടു, പെങ്ങളെ കണ്ടു, വീട്ടുകാരെ കണ്ടു. നാട്ടുകാർക്കൊക്കെ വാല് പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ നാടിനടുത്ത് ബെർമനെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദ് വരേണ്ടത്. പക്ഷെ അള്ളാന്റെ തീരുമാനം ഉസ്താദ് ഖബറിലായി പോയി. അന്ന് പകരം വാലിന് വേണ്ടി ഉസ്താദ് പ്രസംഗിക്കേണ്ട വേദിയിലേക്ക് ഞാനാണ് പോകുന്നത്. റബ്ബിന്റെ തീരുമാനം അങ്ങനെയായിരിക്കാം. അതേ ഞാൻ പറഞ്ഞവരെ പിറ്റേ ദിവസം ഉസ്താദിന് കാസർഗോഡ് വാലായതുകൊണ്ട് നാട്ടുകാര് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ നേരിട്ട് കാസർഗോട്ടേക്ക് ട്രെയിനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ എത്തുമല്ലോ. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ താമസം ദർസ് നടക്കുന്ന വീടൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തേക്ക് എന്തിനാണ് ഇത്ര റിസ്ക് പിടിച്ചു പോകുന്നതെന്ന് ചോദിച്ചു. ഇന്നിവിടെ താമസിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ, വേണ്ട വേണ്ട, എനിക്ക് എന്റെ വീട്ടിലേക്ക് എത്തണോ, എന്റെ ഭാര്യയെ കാണണം, മക്കളെ കാണണോ. എന്നിട്ട് ഉസ്താദ് നേരെ പോകുന്നു വീട്ടിലേക്ക്. ഒരു സുബഹിക്ക് മുമ്പേ 4 മണിക്ക് എത്തുന്നു. 1-1.5 മണിക്കൂർ ഉറങ്ങുന്നു. സുബഹിക്ക് മുമ്പേ നിൽക്കുന്നു. തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്റുകളൊക്കെ ചൊല്ലി ഒരൽപ്പം സമയം ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു അസ്വസ്ഥത. ഉസ്താദിന് അവസാനം അള്ളാഹു കൊടുത്തൊരു പരീക്ഷണം, ഒരു രോഗം. അള്ളാഹു ഉസ്താദിനെ കൊണ്ടുപോയി. ഇന്ന് നമ്മുടെ വേദികളിലൊക്കെ വാലുകളൊക്കെ പറഞ്ഞു നടക്കേണ്ട ഉസ്താദാ. റബ്ബേ, ഉസ്താദിന്റെ ആഖിറനി വെളിച്ചമാക്കണേ റബ്ബേ. ഉസ്താദ് മരിച്ചിട്ട് ഖബറിലാണെങ്കിലും ഉസ്താദിന്റെ വാല് എത്ര ആളുകളാണ് ദിവസവും നമ്മുടെ ഫോണുകളിൽ വരുന്നത്. എല്ലാ വിഷയവും പറഞ്ഞു വെച്ചു. ഇമാമുന നബവി തങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നു. ചെറിയ 40 വയസ്സ് ആ പ്രായത്തിലെ വഫാത്തായി പോയി. പക്ഷെ എഴുതി വെച്ച കിതാബുകൾ സുബ്ഹാനല്ലാഹ് ലോകത്തിന് വലിയ റോൾ മോഡലാകാൻ പറ്റിയ, നമുക്ക് പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ച കിതാബുകൾ സമൂഹത്തിന് സമർപ്പിച്ചു പോയി. ഇതേപോലെ മഷ്ഹൂദ് സഖാഫി ജീവിച്ചതൊരു 40-41 വയസ്സേ. എന്നാലും ഈ പ്രായത്തിനിടയിൽ ഉസ്താദ് പറയാത്ത വിഷയങ്ങൾ ഉസ്താദിന്റെ വാല് കൊണ്ട് നിസ്കരിക്കാത്ത ആളുകൾ നിസ്കരിച്ചു പോയി. സ്വഭാവം നന്നാക്കി പോയി. കുടുംബത്തിൽ വിള്ളലുണ്ടായി ചൊടിച്ചു നിന്ന ആളുകൾ മനസ്സിലൊക്കെ വതസിലു മൻ ഖതഅക വതുഅതി മൻ ഹറമക. വിട്ടുനിന്ന ആളുകളൊക്കെ അടുത്തുപോയി. കൊടുക്കാത്ത ആളുകളൊക്കെ, കടം കൊടുക്കാത്ത ആളുകൾ വിട്ടുനിന്ന ആളുകളൊക്കെ കൊടുത്തുപോയി. ബന്ധങ്ങൾ മുറിച്ച ആളുകൾ ബന്ധം സ്ഥാപിച്ചു പോയി. ഖൽബിന് തട്ടുന്ന നല്ല വഅദ്. ആഭാസങ്ങളില്ല, ആക്ഷേപങ്ങളില്ല, പരിഹാസങ്ങളില്ല, അട്ടഹാസങ്ങളില്ല. ആ പഠിച്ച കാലം മുഴുവനും
റബ്ബേ പഠിച്ച ഇൽമുകളൊക്കെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തു. എന്തോ ഒരു സൗഭാഗ്യമാണ്. പക്ഷേ നമുക്ക് ഉസ്താദിന്റെ വഫാത്തിൽ വിഷമമുണ്ടെങ്കിലും ഉസ്താദിനുള്ള ഖബറിൽ സന്തോഷം കൊടുത്തുപോയി. വഫാത്താകുന്ന സമയം ഉസ്താദിന്റെ വയലിൽ തന്നെ നല്ല പ്രകാശിക്കുന്ന നല്ല മുഖം. എന്നാൽ മരിച്ചു കിടക്കുന്ന അവസാന സമയത്തും ഒരു നല്ല മരണത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ എല്ലാ അടയാളങ്ങളും നല്ല ലക്ഷണങ്ങളും ആ മുഖത്ത് കാണാനുണ്ട്. അല്ലാഹുവേ ഉസ്താദിന്റെ ആഖിറ നീ വെളിച്ചമാക്കണേ റബ്ബേ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ മഹാന്മാര്, മഹാനായ താജുൽ ഉലമ ഉള്ളാളൻ തങ്ങള്, നൂറുൽ ഉലമ എംഎ ഉസ്താദ്, താജു ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ്, താജുൽ ഫഖഹാ ബേക്കൽ ഉസ്താദ്, ശൈഖുനാ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, വന്യരായ ദിയാഉൽ മുസ്തഫ മാട്ടൂലെ ഹാമിദ് തങ്ങള്, താജു ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ്, ഞങ്ങളാക്കിയ മുഹിമ്മാത്തിന്റെ ശില്പി വന്യരായ സൈനുൽ മുഹദ്ദിഖീൻ സയ്യിദുനാ ത്വാഹിറുൽ അഹ്ദൽ തങ്ങള്, പൊസോട്ട് മദ്ഹർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ബാനി വന്യരായ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, മഹാനായ ഖുർറത്തു സാദാത്ത് കൂറത്ത് തങ്ങള്, നമ്മുടെ മഹല്ലുകളിൽ ഏകദേശം മഹല്ലുകളിൽ ഖാദിയായിരുന്ന ഉള്ളാളത്ത് ഇപ്പോൾ ഉറൂസ് നടക്കുകയാണ്. ഉള്ളാളത്തിന്റെ ഖാദിയായിരുന്ന താജുൽ ഉലമയുടെ പൊന്നോമന പുത്രൻ ഖുർറത്തു സാദാത്ത് കൂറത്ത് തങ്ങൾ ഇന്ന് ഖബറിലാ. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങള്, മംഗലാപുരം ഖാദിയായിരുന്ന ചെമ്പിരിക്ക ഉസ്താദ്, കോട്ട ഉസ്താദ്, അങ്ങനെ കാസർഗോഡ് ഖാദിയായിരുന്ന ബാബ മുസ്ലിയാർ, കാളമ്പാട് ഉസ്താദ് അടക്കമുള്ള അങ്ങനെ എത്ര മഹാന്മാരാ. രണ്ട് സമസ്തയിലെയും സമുന്നതരായ പല ആലിമീങ്ങളും അല്ലാഹു തിരിച്ചു വിളിച്ചു. അന്യരായ ആലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്, വെള്ളിപ്പാടി ഉസ്താദ്, ഇസുദ്ദീൻ സഖാഫി ഉസ്താദ്, ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദ്, കർണാടകയിലെ മൂടെടുക്കാൻ ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് പായതിന് വന്നിരുന്നു. നമ്മുടെ സലാഹുദ്ദീൻ സഖാഫി ഉസ്താദൊക്കെ ദർസ് നടത്തുന്ന മൂടെടുക്ക ആ സ്ഥാപനത്തിന്റെ ബാനിയായിരുന്ന ടി.എച്ച്. ഉസ്താദ് ഇന്ന് ഖബറിലാ. അല്ലാഹുവേ നിങ്ങളെ വിട്ടുപിരിഞ്ഞ സർവ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളോടൊരു കാര്യം അജ്മീർ ഖാജാ തങ്ങളെ മുൻനിർത്തി പറഞ്ഞോട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ ഒന്നുകിൽ ആലിമീങ്ങളാക്കണോ, മുത്തഅല്ലിമീങ്ങളാക്കണോ. അതിന് കഴിയുന്നില്ല, അവർക്ക് വേണ്ട ഒത്താശകൾ നമ്മൾ ചെയ്തു കൊടുക്കണം. സംഘ കുടുംബത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണോ. 5 നേരത്ത് നിസ്കരിക്കുന്ന നല്ല അദബുള്ള മക്കള് വേണോ, തലമറക്കുന്ന മക്കള് വേണോ, നെരിയാണിക്ക് മീതെ വസ്ത്രം ധരിക്കുന്ന മക്കള് വേണോ, മഹ്ളറത്തുൽ ബദരിയിൽ പങ്കെടുക്കുന്ന മക്കള് വേണോ, എപ്പോഴും സ്വലാത്ത് നാവിൽ ചൊല്ലുന്ന മക്കള് വേണോ, നല്ല ഉമ്മാന വാപ്പാന അനുസരിക്കുന്ന മക്കള് വേണോ. മക്കളെ SSFന്റെ വഴിയില് ഞങ്ങൾ പ്രവേശിപ്പിക്കണേ. അവർ ഈ നാട്ടില് കുപ്പട്ടിയില് അൽഹംദുലില്ലാഹ് ഇതുപോലെ നമുക്ക് പല സ്ഥലങ്ങളിലും ഈ പള്ളിയോട് ചേർന്ന് നിന്നിട്ട് പള്ളിയുടെ കമ്പൗണ്ടില് സംഘടനയുടെ പരിപാടി നടത്താൻ പല സ്ഥലത്തും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് കുപ്പട്ടിക്കാരുടെ അഭിമാനമാണ്. ഈ നാട്ടിലെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആശയത്തിന്റെ ആദർശാചാരാനുഷ്ഠാനങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഊർജ്ജസ്വലതയുടെ പറയാനുള്ള വേദിയാണ് ഈ നാട്ടിലെ സംഘടന ഒരുക്കിയത്. അതുകൊണ്ട് ഈ നാട്ടിലെ സംഘടനാ പ്രവർത്തകനാണ്. പാവങ്ങളെ സഹായിക്കുകയാണ്, വീടില്ലാത്തവർക്ക് സഹായങ്ങൾ ചെയ്യുകയാണ്, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സഹായിക്കുകയാണ്, രോഗികൾക്ക് സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്, മെഡിക്കൽ ഉപകരണങ്ങൾ നടത്തുകയാണ്, നല്ല ആത്മീയ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുആ ചെയ്യാം. കുപ്പട്ടിയിലെ SSFന്റെ ചെറിയ യൂണിറ്റിലെ പ്രവർത്തകനാണെങ്കിലോ മരിച്ചെന്നറിഞ്ഞാൽ, ആ പ്രവർത്തകന്റെ ഉമ്മ ബാപ്പ മരിച്ചെന്നറിഞ്ഞാൽ
നമുക്ക് ദുആ ചെയ്യുന്നത് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദാണ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണ്, ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ ഉസ്താദാണ്, മൗലാന പേരോട് ഉസ്താദാണ്, സുന്ന പൊന്മള ഉസ്താദാണ്, മഹാനായ കുമ്പോല് സാദാത്തുക്കള് സാദാത്തുക്കള് SYS-കാർക്ക് വേണ്ടി SSF-കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാ. ഈ പതാക ഇന്നോ ഇന്നലെയോ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയതല്ല. ശംസുൽ ഉലമയുടെ സാന്നിധ്യത്തില് പട്ടിക്കാട് ജാമിയ നൂരിയയില് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ്. അന്നും ഇന്നും ഉയർത്തിയ പതാക അതിന്റെ കൊടിയുടെ നിറം മാറ്റേണ്ടി വന്നിട്ടില്ല. കർണാടകയിലെ ഗോൾഡൻ 50 നമ്മളെ കൊണ്ടാടി, അൽഹംദുലില്ലാഹ്. അന്നും ഇന്നും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഹരിത ധവള നീലിമ ത്രിവർണ്ണ പതാക അതേ SSF-ന്റെ പതാകയാണെങ്കിലോ 70 വർഷങ്ങൾക്ക് മുമ്പ് 1954 തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് സുന്നി യുവജന സംഘം. അന്ന് ഉയർത്തിപ്പിടിച്ച പതാകയാണ് ഹരിത ഹരിത അതേ ത്രിവർണ്ണ ഹരിത നീലിമ ത്രിവർണ്ണ റൗളാങ്കിത പതാക. അൽഹംദുലില്ലാഹ്. മുസ്ലിയാര് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ്. പാണക്കാട് PMS പൂക്കോയ തങ്ങൾ പിടിച്ച കൊടിയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ്. ഇന്നും അജയ്യമായി നമ്മൾ മുന്നേറുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം വരാനിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. 1926 തുടക്കം കുറിച്ചതാണ്. 2026 ആകുമ്പോൾ 100 വർഷം പൂർത്തിയാവുകയാണ്. അതിനിടയിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ 10ാം വാർഷിക സമ്മേളനം 2025 ഈ വർഷം വരാനിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹ് പൊരുത്തപ്പെട്ട പ്രസ്ഥാനമാണ്. റസൂലുള്ള ഇഷ്ടപ്പെട്ട സംഘടനയാണ്. ഇത് കബീർ ഹിമമിയുടെ പടായിയല്ല, ഇത് റസൂലുള്ളാഹിന്റെ അംഗീകാരമുണ്ടെന്നതിന് തെളിവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ഹറമിൽ നിന്ന് പുറത്തു പോകുന്ന സയ്യിദാണ് സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക. വിശ്രുത പണ്ഡിതനാണ്, വലിയ ആലിമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന മഹാനാണ്. ആ മഹാൻ എ.പി. ഉസ്താദ് മർക്കസിന് കുറ്റിയടിക്കാൻ വേണ്ടി വിളിച്ചു. അതുകൊണ്ടാണ് നോളേജ് സിറ്റി വരെ എത്തി നിൽക്കുന്ന സ്ഥാപനത്തിന്റെ വലിയ വളർച്ചയുണ്ടായത്. അതിന് ശിലഭാഗിയാള് കാര്യപ്പെട്ടയാളാണ്. അതേപോലെ SYS-ന്റെ 50ാം വാർഷിക ഗോൾഡൻ ജൂബിലി സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഗോൾഡൻ ജൂബിലി സമ്മേളനം നടക്കുകയാണ്. ഈ വലിയ പരിപാടിക്ക് ഉസ്താദ് ചീഫ് ഗസ്റ്റായി അന്ന് വിളിക്കുന്നത് ആരാണ്? മദീനയിലെ ഹസൻ ഷദ്ദാദ് എന്ന് പറയുന്ന വലിയ മഹാനുണ്ട്. വലിയ വലിയ യമനിലെ, ബഗ്ദാദിലെ, ജോർദാനിലെ, മലേഷ്യയിലെ, മക്കയിലെ, മദീനയിലെ, ലോകത്തുള്ള വലിയ വലിയ അറബ് രാഷ്ട്രങ്ങളിൽ, ഈജിപ്തിലടക്കമുള്ള വലിയ വലിയ നാട്ടിലെ പ്രഗത്ഭരൊക്കെ ആ സദസ്സിലുണ്ട്. എന്നാൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിശ്രുത പണ്ഡിതനായിരുന്ന റസൂലുള്ളാഹിന്റെ സമ്മതം പെർമിഷൻ വാങ്ങിയിട്ട് മാത്രം ഹറമിൽ നിന്ന് പുറത്തു പോകുന്ന മഹാനായ അലവി അൽ മാലിക്കി എന്ന് പറയുന്ന മഹാൻ ഉസ്താദ് വിളിച്ചപ്പോ പറഞ്ഞു, ഷേഖ് അബൂബക്കർ എനിക്ക് വരാനായില്ല, ഉപ്പാപ്പാന്റെ സമ്മതം കിട്ടണം. പിന്നീട് ഷേഖുനയെ വിളിക്കുന്നു, അബുൽ ഐഥാമിനെ വിളിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സമ്മേളനത്തിൽ ഞാൻ വരും, എന്റെ ഉപ്പാപ്പ റസൂൽ എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. വന്നു കോഴിക്കോട് കടപ്പുറത്ത്. ഞങ്ങൾക്കന്ന് മുഹിമ്മാത്തിന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്. യൂട്യൂബിൽ ഇന്നും ആ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന പരിപാടിയിൽ ഈ കുപ്പട്ടിയിലെ പഴയകാല ആളുകൾക്കന്ന് പോയിട്ടുണ്ടാകാം. ലക്ഷക്കണക്കിന് പ്രവർത്തകരും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സ്.
ഇന്ന് താജുൽ ഉലമയുണ്ട്, താഹിർ തങ്ങളുണ്ട്, പസൂട് തങ്ങളുണ്ട്, എം.എ. ഉസ്താദുണ്ട്, കൻസുൽ ഉലമ ചിറ്റാരി ഉസ്താദുണ്ട്, ആലിക്കുഞ്ഞ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ ഉള്ള സദസ്സാണ്. അവരൊക്കെ ഹയാത്ത് കാലത്താണ് ഈ പരിപാടി. 23 കൊല്ലം മുമ്പ് നടന്ന പരിപാടിയില് അന്ന് ശൈഖുന പറഞ്ഞു, ഞാൻ വന്നത് റസൂലുള്ളാഹിന്റെ സമ്മതം വാങ്ങിയിട്ടാണ്. ഇത് അല്ലാഹ് പൊരുത്തപ്പെട്ട പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഹഖാണ്. ശൈഖ് അബൂബക്കർ ആ മഹാന്റെ പിന്നിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം എന്ന് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനെ ഈ ലോകത്തിന്റെ പരിചയപ്പെടുത്തി തന്നത് മഹാനായ അലവി അൽ മാലികി ഒക്കെയാണ്. അസ്ൽ ശദാദ് മദീനയാണ്. മഹാനായ റിഫായി ശൈഖ് തങ്ങളെ പേരക്കുട്ടിയായ ശൈഖ് സബാഉദ്ദീൻ റിഫായി ബഗ്ദാദാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേരക്കുട്ടിയായ മഹാനായ ശൈഖ് അഫീഫുദ്ദീൻ ജീലാനിയാണ്. അത് തങ്ങളെ പേരക്കുട്ടികളാണ്. അജ്മീർ ഖാജ തങ്ങളെ മക്കളാണ്. അവരെ പിൻഗാമികളാണ്. ശൈഖുന സുൽത്താനുൽ ഉലമയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി തന്നത് വെറുതെയല്ല. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായിട്ട് മാറിയത് പണിയെടുത്തിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി, നോട്ടീസിലുള്ള പേരുകൾക്ക് വേണ്ടി, പത്രങ്ങൾക്കുള്ള ഫോട്ടോകൾക്ക് വേണ്ടി, സോഷ്യൽ മീഡിയകളിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി നല്ല മഹാനായ ശൈഖുന ജീവിച്ചത്, പണിയെടുത്തത്, ദർസ് നടത്തിയത്, പ്രവർത്തിച്ചത് മഹാനായ സി.എം. വലിയുള്ളാഹി മടവൂരിലെ ശൈഖുന അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. 60 വർഷങ്ങൾക്ക് മുമ്പ്, ഓ എത്തി നിങ്ങൾ ഇറങ്ങണം, പള്ളി ഉണ്ടാക്കണം, പണി സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, യതീംഖാനക്ക് ശീലമാകണം, മുതാല്ലിങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കണം, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കണം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ വേദികൾ ഉണ്ടാക്കണം. അൽഹംദുലില്ലാഹ് ഞാൻ ഖിദർ നബിയുടെ പാതയിലാണ്, നിങ്ങൾ മൂസാ നബിയുടെ വഴിയിലാണ്. ഉറങ്ങണമെന്ന് പറഞ്ഞ് ആശീർവദിച്ച് പൊരുത്തം കൊടുത്ത് പറഞ്ഞയച്ചതാണ് മഹാനായ ശൈഖുന. ഓക്കെ ഉസ്താദിന്റെ പൊരുത്തം വാങ്ങി, വടകര മുഹമ്മദ് ആജി തങ്ങളെ പൊരുത്തം വാങ്ങി, അസംസിയാർ പൊരുത്തം വാങ്ങി, മഹാന്മാരായ പാണക്കാട് PMS പൂക്കോയ തങ്ങളടക്കമുള്ള ആധികാരിക താജുൽ ഉലമയടക്കമുള്ള മഹാന്മാര് പൊരുത്തത്തോടുകൂടി ഇറങ്ങി തിരിച്ച് ശൈഖുന മുന്നോട്ട് വെച്ച കാല് ഇതുവരെ പിന്നോട്ട് തിരിക്കേണ്ടി വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ് ആർജവത്തോടെ, തന്റേടത്തോടെ, സധൈര്യം, ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുകയാണ്. ആരോപണങ്ങളെ പൂമാലകളാണ്, ഭീഷണികൾ പ്രചോദനമാണ്, ജയിലറുകളെ മണിയറകളാക്കി കുപ്രചരണങ്ങളെ വീണ്ടും പ്രവർത്തിക്കാൻ ആവേശമാക്കിയിട്ടാണ് ശൈഖുന ഇറങ്ങി തിരിച്ചത്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ വർഷത്തിനിടയിൽ 86 വയസ്സ് കഴിഞ്ഞ സമയത്ത് 1.5 ലക്ഷം ആളുകളെയാണ് ഉസ്താദ് ശരിയായ ദിശയിലേക്ക്, അൽഹംദുലില്ലാഹ് പരിശുദ്ധ ദീനിന്റെ വഴിയിലേക്ക് മർക്കസിലൂടെ പഠിപ്പിച്ചു വിട്ടത്. 15,000-ഓളം വരുന്ന പേരുടെ ഉസ്താദിനെ പോലത്തെ സഖാഫി പണ്ഡിതന്മാരാ കൂട്ടത്തിലുണ്ട്. നേരത്തെ വഫാത്തായി പോയ അണ്ടോൺ ഉസ്താദുണ്ട്, ചെറിയ AP ഉസ്താദുണ്ട്, ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സി മുഹമ്മദ് ഫൈലിയുണ്ട്, KK ഉസ്താദുണ്ട്, അണ്ടോൺ മഹീദ്ദീൻ കുട്ടിമാക്കിവിയെ പോലെ CP ഉസ്താദിനെ പോലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാര് വാർത്തെടുത്തു ശൈഖുന. 5000-ലധികം വരുന്ന പള്ളി നിർമ്മിച്ച ശൈഖുന ഇന്ത്യയിലെ നമ്പർ 1 പള്ളി 110 കോടി രൂപ ചെലവഴിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആസാറുകൾ സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായി കോഴിക്കോട്, അതേ താമരശ്ശേരിയിലെ കൈതപ്പൊയിലില് 125 ഏക്കർ വിശാലമായ നോളേജ് സിറ്റിയുടെ മധ്യഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന അമ്പരചുംബിയായ വെള്ളക്കൊട്ടാരം ലോകത്തിന് സമ്മാനിച്ചത് മഹാനായ ഉമർ ഹഫീദിനെ പോലെ ദാറുൽ മുസ്തഫ സ്ഥാപനത്തിന്റെ എല്ലാമായ ലോകവിശുദ്ധ പണ്ഡിതനായ ശൈഖിനെ കൊണ്ടുവന്നിട്ട് റബീഉൽ അവ്വൽ 12 സുബഹിയോടടുത്ത സമയത്ത് ലോകത്തിന് സമർപ്പിച്ച മസ്ജിദുൽ അസാർ നമുക്ക് സമ്മാനിച്ച ശൈഖിനെയാണ്. ആയിരക്കണക്കിന് ഹാഫിളുകളെ വാർത്തെടുത്തത് ആ ശൈഖിനെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ നമ്മളെ ഇസ്സത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എല്ലാമായി നമുക്ക് നേതൃത്വം നൽകിയത് ആലിമീങ്ങൾ, മുസ്ലിയാക്കന്മാർക്ക് ഇസ്സത്തുണ്ടാക്കി തന്നത്, ഈ പ്രസ്ഥാനത്തിന് വലിയ വേരോട്ടം ഉണ്ടാക്കി തന്നത് ശൈഖിനെയാണ്. ഇവിടെയാണ് പതറിയത്. മുജാഹിദാണ്, വഹാബികളാണ്, സലഫികളാണ്. ഇൻഷാ അല്ലാഹ് മൗലാന പേരൂർ ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങൾ അവർക്കെതിരെ ആദർശ സമ്മേളനവുമായിട്ട് കേരളത്തിലെ ജൈത്രയാത്ര നടത്തുകയാണ്. അൽഹംദുലില്ലാഹ് എല്ലാ നിറയ്ക്കും ഹക്കിന്റെ പക്ഷത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാഹുവേ, മരിക്കുന്നതുവരെ ഈ സംഘ കുടുംബത്തിലെ ഒരു കണ്ണിയായി, SSF കാരനായി, SYS കാരനായി
നമുക്ക് മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനായി ഭരണം വരെ മുന്നേറാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശൈഖുനാന്റെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ച കിട്ടിയതിന്റെ പിന്നിൽ മറ്റൊരു മഹാനുണ്ട്. നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന മഹാനായ അജ്മീർ ഖാജ തങ്ങൾ. ശൈഖുന ഞങ്ങളോട് ബുഖാരി ദർസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പേ അജ്മീർ ഖാജ തങ്ങൾ ദർബാറിലേക്ക് പോകും. ഉസ്താദിന്റെ ഏത് പ്രശ്നങ്ങളുണ്ടോ അജ്മീർ ഖാജ തങ്ങളോട് പറയും. അതുകൊണ്ടാണ് ഒരു സിഹറുകാരന്റെ സിഹറും ഏൽക്കാതെ ഏത് ശത്രുക്കളുടെ അവരുടെ കുതന്ത്രങ്ങളിലും പെട്ടുപോവാതെ ഉസ്താദിന് അല്ലാഹു വലിയ ഇസ്സത്ത് ഉണ്ടാക്കി കൊടുത്തത്. ഉസ്താദ് പഠിക്കുന്ന ഉസ്താദ് പുതിയൊരു ഡ്രസ്സ് ഉസ്താദിന് കിട്ടുകയാണ്. ആ വസ്ത്രം അജ്മീർ ഖാജ തങ്ങൾ സിയാറത്ത് ചെയ്തിട്ട് അവിടെ ഞാൻ ധരിക്കുമെന്ന സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തി സിയാറത്തിന് പോകുന്ന സമയത്ത് ഒരു യാചകൻ വന്നിട്ട് ചോദിക്കാൻ, എനിക്ക് വേണം ഡ്രസ്സ്. പൈസ കേട്ടാ പൈസ കൊടുക്കായിരുന്നു. നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നമ്മളെന്ത് ചെയ്യും? പൈസ കൊടുത്തിട്ട് ഇത് ആകെ ഉള്ളൊരു ഡ്രസ്സ്, അത് ഞാൻ ഇവിടെ വന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, രാജസ്ഥാനിലേക്ക്. അതുകൊണ്ട് ഞാൻ ഇത് തരൂല, വേറെന്തെങ്കിലും വേണം തരാം, ഫുഡ് തരാമെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറും. ശൈഖുനാന്റെ ഖൽബിൽ തോന്നി, ചോദിച്ചയാൾ ഇന്ന വിഷയമാണ് ചോദിച്ചത്. ഉസ്താദ് അജ്മീർ ഖാജ തങ്ങളുടെ ദർബാറിൽ ആ പാവപ്പെട്ട സാധുവിന് കൊണ്ടുവന്ന പുതിയ ഡ്രസ് എടുത്തു കൊടുത്തു. അൽഹംദുലില്ലാഹ്. ശൈഖുന പറയുന്നു, അന്ന് കൊടുത്തത് മുതൽ ഇത്രയും വർഷത്തിനിടയിൽ എനിക്കൊരു ക്യാഷ് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് ഒരു ഷർട്ട്, ഒരു കന്തൂറ, ഒരു കമീസ് തുന്നിയിട്ട് ധരിക്കേണ്ടി വന്നിട്ടില്ല. ഉസ്താദിന് ഇങ്ങനെ കിട്ടുകയാണ്. ആളുകളൊക്കെ കാക്കാൻ എന്റെ വക ഉസ്താദിന് നമുക്ക് കാറും വീടും അതൊന്നും കൊടുക്കാൻ കഴിയില്ല. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഉസ്താദിന് വേണ്ടിയിട്ട് എന്റെ വക ഒരു ഡ്രസ്. ഗൾഫിലൊക്കെ പോയാൽ ആളുകൾക്ക് കാത്തിക്കാൻ, നാട്ടിലാണെങ്കിൽ എങ്ങനെയാണ്? അജ്മീർ ഖാജ തങ്ങള് പരീക്ഷണത്തിന്റെ ഭാഗമായി വന്നതാണോ? അല്ലാഹു മഹാനവറുകളെ പരീക്ഷിച്ചു. ഉസ്താദ് ആ പരീക്ഷണത്തിൽ വിജയിച്ചു. നമ്മുടെ എല്ലാ ആലിമീങ്ങളെയും വിജയത്തിന്റെ നിദാനം ഔലിയാക്കളാണ്, അജ്മീർ ഖാജ തങ്ങളാണ്. താജുൽ ഉലമ പറയും, അജ്മീർ ഖാജ തങ്ങളെ പേരിൽ യാസീൻ ഓതാൻ. ഷേപ്പി ഉസ്താദ് നമ്മളോട് പറയും, അജ്മീർ ഖാജ തങ്ങളെ പേരിൽ യാസീൻ ഓതാൻ. അതുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. അജ്മീർ ഖാജ തങ്ങളെ കുറിച്ച് നീണ്ട ഒരുപാട് വിഷയങ്ങൾ, കറാമത്തുകൾ ഒരുപാട് ഞാൻ റെഡിയാക്കി വന്നതാണ്. പക്ഷേ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് പറയാനുള്ള സമയമില്ലാതെ വന്നു. ഏതായാലും അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ലക്ഷദ്വീപിലെ 10 ദിവസത്തെ പ്രഭാഷണത്തിൽ 2 ദിവസവും അൽഹംദുലില്ലാഹ് ഖാജ തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ഉപകാരപ്പെടും. ഈ ചെറിയ സദസ്സില്, ഈ വലിയ മജ്ലിസില് ഇപ്പൊ പറയാൻ എനിക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ എന്നെക്കാളും കൂടുതൽ ആ മഹാനവറുകളെ കുറിച്ചൊക്കെ അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ആ മഹാന്മാരെ മുറുകെ പിടിച്ചാൽ ദുനിയാവിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, എല്ലാ ദിവസവും ഇന്ന് മുതൽ SSFന്റെ യൂണിറ്റ് പരിപാടി ഇവിടെ നടത്തി. ഇവർ മഹാന്മാരുടെ പേരിൽ മൗലിദ് ഓതാനുള്ള തീരുമാനത്തിലാണ്. അവരെ വാർഷിക പരിപാടി അടുത്ത വർഷം ഇവിടെ നടക്കും ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ നമ്മുടെ ഓരോ ദിവസവും റസൂലുള്ളാഹിന്റെ പേർക്ക് നമ്മൾ ഫാത്തിഹ ഓതുന്നു, ബദരീങ്ങളെ വിളിക്കുന്നു. എല്ലാ ബലാവും ആപത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ നമ്മെ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബദരീകളെ നമ്മൾ ഓർക്കണം, അവരെ പേരുകൾ പറയണോ. നമ്മളെ മഹാന്മാർക്ക് അതിന് ഇജാസത്ത് കൊടുക്കുന്നുണ്ട്.
അജ്മീർ ഖാജ തങ്ങളെ മറന്നു പോകരുത്, റിഫായി ശൈഖ് തങ്ങളെ മറന്നു പോകരുത്, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മറന്നു പോകരുത്, മാലിക് ദീനാർ തങ്ങളെ മറന്നു പോകരുത്, മടവൂർ സിഎം ശൈഖുനാനെ മറന്നു പോകരുത്, താജുൽ ഉലമ നൂറുൽ ഉലമയെ മറന്നു പോകരുത്. എപ്പോഴും അവരെ പേരിൽ ഫാത്തിഹ ഒരു യാസീനെങ്കിലും ഓതിയിട്ട് അല്ലാഹുവോട് തവസ്സുലാക്കി ദുആ ചെയ്താ ദുനിയാവ് അല്ലാഹു റാഹത്താക്കി തരും. അതോടൊപ്പം ആഖിറത്തിലും വലിയ സന്തോഷം അല്ലാഹു നൽകും. ആഖിബത്ത് നന്നായി മരിക്കാൻ, ഖബറിൽ സന്തോഷം നൽകാൻ, സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകടക്കാൻ, നന്മയുടെ കിതാബ് കയ്യിൽ വാങ്ങാൻ, സ്വർഗത്തിൽ ഇടം ലഭിക്കാൻ അത് വലിയ കാരണമാണ്. അല്ലാഹു ആ മഹാന്മാരെ മദദ് എപ്പോഴും നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അജ്മീർ ഖാജ തങ്ങളെ നല്ലൊരു ചരിത്രം അത് ലാസ്റ്റ് പറയണമെന്നൊക്കെ കരുതിയതായിരുന്നു. ഇപ്പം എന്തായാലും 11 മണിക്ക് നിർത്താനാണ് സംഘാടകർ. കർണാടകയുടെ പ്രത്യേക സാഹചര്യമാണ്. സാധാരണ നമുക്ക് സംസാരം നീട്ടുന്നത് പോലെ നീട്ടാൻ ഒരു വകുപ്പുമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സമയത്ത് വിശാലമായി സംവദിക്കാം. ഇന്നലെ ഒരു സ്ഥലത്ത് വാഴ പറയുമ്പോൾ ശബ്ദത്തിന് ചെറിയ ഒരു ഇടർച്ച വന്നിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇതുവരെ ഇവിടെ താജ് സൗണ്ട്സ് ദാവൂദൊക്കെ അവരൊക്കെ നേരിട്ട് വന്നിട്ട് ഒന്ന് റെഡിയാക്കിയത് കൊണ്ട് ഇത്ര വരെ സംസാരിച്ചു. ശബ്ദത്തിന് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും കണ്ടുമുട്ടാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് തേനുകൾ ഇവിടെ ലേലം വിളിക്കാനുണ്ട്. ദ്വാരക്കാൻ വേണ്ടി പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മുഖങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ ദിനേന ഓടി നടക്കുന്ന ഖിദ്മത്ത് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ GM ഉസ്താദ് അൽഹംദുലില്ലാഹ് എവിടെ വാളിന് പോകുമ്പോഴും നമ്മളെ ഫസൽ മീഡിയ KSOCR ആ കാലം മുതലേ അൽഹംദുലില്ലാഹ് കർണാടകയിലെ ഓൺലൈൻ മേഖലയിൽ വലിയ സേവനങ്ങൾ ചെയ്യാൻ ഇന്ന് ഒരുപാട് മീഡിയകളും ലൈവ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും കർണാടകയിൽ ഈ സംവിധാനങ്ങളൊക്കെ തുടക്കക്കാരനായി കൊണ്ടുവന്ന് ഇതൊന്നൊരു ബിസിനസ്സായിട്ടല്ല, ജനങ്ങൾക്ക് നല്ല നല്ല വാളുകൾ അതൊക്കെ ജനങ്ങൾക്ക് ഗൾഫിലുള്ള GCCയിലുള്ള എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് കേൾക്കാനുള്ള വലിയൊരു അവസരമാണ് ഇത്തരം സംവിധാനങ്ങൾ. അപ്പോൾ അതൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. GM പാണമംഗളൂർ വലിയ പണ്ഡിത തറവാട്ടിലാണ് അവർ വളർന്നത്. അല്ലാഹു ആ കുടുംബത്തിൽ വലിയ ഇസ്സത്ത് നൽകട്ടെ. കുടുംബത്തിൽ മരിച്ചു പോയ ഒരുപാട് ആളുകൾ, ജ്യേഷ്ഠൻ GM കാമിൽ സഖാഫി ഉസ്താദ് അടക്കമുള്ള ആളുകൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ തൊട്ടടുത്തുള്ള പ്രിയപ്പെട്ട നൗഷാദ് മർസൂഖി ഉസ്താദ് അൽഹംദുലില്ലാഹ് എല്ലാവരും സദസ്സ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാൻ ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും ഉസ്താദ്മാരൊന്നും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. പ്രായമുള്ളവർ ഒന്ന് മുമ്പിലേക്ക് പിരിയും. ഇൻഷാ അല്ലാഹ് നമ്മളെ നൗഷാദ് ഉസ്താദ് നമ്മളെ തൊട്ടടുത്തുള്ള തൊട്ടുകളിക്കാരനാണ്. ഉമ്മയും ബാപ്പയും ഒക്കെ മരണപ്പെട്ടിരുന്ന ഖബറിലാണ്. പഠിക്കുന്ന കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെ വളർന്നു. എന്നാലും ആ ഉമ്മാന്റെ ഉപ്പാന്റെ ആഗ്രഹം ഒരു ആര്യമാകണമെന്ന നിയ്യത്തിൽ അൽ മദീന മഞ്ഞനാടി ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിച്ചു. ഇന്ന് അൽഹംദുലില്ലാഹ് വലിയൊരു ആലിമായി എല്ലാ മേഖലയും നേതൃത്വം നൽകുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സ്വന്തമായൊരു വീട് വേണം. അല്ലാഹു ഖൈറായ ഇസ്സത്തുള്ള നല്ല വീട് അല്ലാഹുവേ നീ നൽകണേ റഹ്മാനെ. പെങ്ങന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടും കടം വാങ്ങിയിട്ടൊക്കെ കല്യാണം കഴിച്ചൊക്കെ കൊടുത്തതാണ്. അല്ലാഹു അവർക്ക് നല്ല ദാമ്പത്യ ജീവിതം നീ നൽകണേ റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാത്തവരൊക്കെയുണ്ട്. അല്ലാഹു നല്ല സ്വാലിഹായ മക്കളെ നീ നൽകണേ റഹ്മാനെ. ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മളെ അമീദിൽ മാവിനക്കട്ട സാമൂഹ്യ പ്രവർത്തകനാണ്. നമ്മുടെ സാദാത്ത് തങ്ങളെ ഇഷ്ട കൂട്ടുകാരനാണ് ഹമീദലിച്ച, അതുപോലെ ശംസുച്ച. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കുടുംബത്തിൽ